Prayer. Prayer. There shall be showers of blessing. This is the promise of love. There shall be season refreshing. Sun from the Savior above. Showers of blessing. Showers of blessing we need. Messages on the sofa. But for the showers, please. There shall be showers of blessing. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. വെക്കേഷൻ ഒക്കെ ആയോ എല്ലാവർക്കും? ഓക്കെ, നിങ്ങളുടെ പ്രെയർ എല്ലാം കഴിഞ്ഞിരുന്നോ? യെസ്. ഓക്കെ, പ്ലീസ് സ്റ്റാർട്ട് ചെയ്യാലോ. ആരാ പ്രെയർ? കുട്ടികൾ ആരെങ്കിലും പ്രെയർ ഉണ്ടോ? അമ്മമാരുടെ കൂടെ ക്ലാസ് കാണും. യെസ് പ്ലീസ്. There shall be showers of blessing. This is the promise of love. There shall be season refreshing. Sun from the Savior above. Showers of blessing. Showers of blessing we need. Message found us of falling. But for the showers, please, there shall be showers of blessing. This is the promise of love. There shall be season refreshing. Sun from the Savior above. Thank you, everyone. ലവ്ലി. എന്താ മോളുടെ പേര്? പോയോ? എന്തായിരുന്നു? ദിയ. ദിയ. സ്കൂളില്ലേ? സ്കൂളിൽ വിട്ട് വന്നത് ഉച്ച വരെ പരീക്ഷ ഉണ്ടായിരുന്നു, അത് കാരണം ഇപ്പൊ വന്നു. പരീക്ഷയൊക്കെ കഴിയാറായോ? ഇനി ഉണ്ടോ പരീക്ഷ? ഫ്രൈഡേ തൊട്ടിട്ട് സാറ്റർഡേ വരുന്നത്. ഫ്രൈഡേ തൊട്ടിട്ട്
ഫ്രൈഡേ കഴിയും. ഓക്കെ. പിന്നെ വെക്കേഷൻ അല്ലേ? വെക്കേഷൻ എന്താ പരിപാടി? എന്താ പരിപാടി? പഠിക്കാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. മമ്മിക്ക് കൊറേ പണിയുണ്ട്, മമ്മിയെ ഹെൽപ്പ് ചെയ്യില്ലേ? ഓക്കെ ഓക്കെ. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പ്ലീസ്. Signing. A very warm good afternoon to all, the respected teacher and my dear friends. Today it is my honor to introduce our teacher, Miss Jisha ma'am. We extend a heartfelt welcome to you, ma'am. We are truly excited to learn from your guidance and experience, and we look forward to growing under your mentorship. Thank you, ma'am. Once again, a very warm welcome to you. Thought for the day. The child is both a hope and a promise for mankind. Maria Montessori. I repeat, the child is both a hope and a promise for mankind. Maria Montessori. Thank you, ma'am. Ma'am, ABC പഠിക്കുവോ? ഇപ്പൊ തുടങ്ങിയതേ ഉള്ളു. ഇപ്പൊ ഒന്ന് പ്ലേ സ്കൂളിലൊന്ന് കൊണ്ടാക്കി, അപ്പൊ തുടങ്ങിയതാ. ഇപ്പൊ 2.6 ആയി മാം. അപ്പൊ തൊട്ട് തുടങ്ങിയതാ പാട്ട്. ചിക്കുമ്പോൾ പുറത്തെവിടെയല്ലേ? യെസ് മാം, ഒമാനില. അവിടെ ക്ലാസ്സസ് ഓൺലൈൻ ആണോ അതോ? അല്ല മാം, ഓൺലൈൻ അല്ല, ഇവിടെ സ്കൂളുകളുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലാസ്റ്റ് ക്ലാസ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? നമ്മൾ തുടങ്ങിയിരുന്നോ പാർട്ട് 3? യെസ് മാം, ലോ ഓഫ് വർക്ക് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. Hello, ma'am. ഒരു ഡൗട്ട് മാം, സർവേ ആൻഡ് പ്രൊജക്റ്റിലെ പ്രൊജക്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എയിം ഓഫ് ദ പ്രൊജക്ട്, മെത്തേഡ്, അനാലിസിസ് ഇതെല്ലാം ഓരോ ക്വസ്റ്റ്യനും സെപ്പറേറ്റ് ആയിട്ടോ മാം ചെയ്യേണ്ടത്? ഓരോ ക്വസ്റ്റ്യൻ കണ്ടന്റ്സ് ആണോ എയിം ഓഫ് ദ പ്രോജക്ട്? അതെ, മെത്തേഡ്, അനാലിസിസ് ഓരോ പേജിലായിട്ട് വേണം. റിപ്പോർട്ടിൽ അങ്ങനെയാണല്ലോ, അതായിരിക്കും നല്ലത്. ഒരു ക്വസ്റ്റ്യന് അതിന്റെ താഴെ അതിന്റെ ഒപ്പീനിയൻ, എയിം ഓഫ് ദ പ്രൊജക്ട്, മെത്തേഡ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുമല്ലോ മാം. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചായിരുന്നു അതിന്റെ താഴെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു മാം പ്രൊജക്ട് റിപ്പോർട്ടില്. നമ്മള് സർവേയില് 5 32 ക്വസ്റ്റ്യൻസ് അല്ലേ? അതെ മാം, അതെ. ആ 32 ക്വസ്റ്റ്യൻസ് നമ്മളുടെ ഈ പ്രോജക്റ്റിന്റെ ആ ഒരു ഫോർമാറ്റില് ഡേറ്റ കളക്ഷൻ എന്നൊരു പാർട്ട് ഉണ്ട്. അവിടെ ആ പേപ്പർ വെച്ചാൽ മതി. നിങ്ങൾ 5 പേരെയാണ് ചെയ്തെങ്കിൽ 5 പേരുടെ പേപ്പർ കളക്ട് ചെയ്ത് അതിനകത്ത് മാർക്ക് ചെയ്ത പേപ്പർ ആ ഡേറ്റ കളക്ഷൻ. അതിന്റെ ഓർഡർ പറഞ്ഞു തന്നില്ലായിരുന്നോ? ഷെയർ ചെയ്ത് തന്നിട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ സർവേയുടെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തില്ലേ? ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് മാം. ഞാൻ പറയുന്ന വീഡിയോ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട്. വിദ്യ ഇപ്പൊ ചോദിക്കുന്നത് ഷീറ്റിനും സെപ്പറേറ്റ് വെക്കണോന്നാണ് ചോദിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയല്ലല്ലോ മാം, ആദ്യമേ ആ മാം തന്ന ഷീറ്റ് അതേപോലെ എഴുതി വെക്കണം. ഈ പ്രിന്റ് ഔട്ട് എടുത്തത് മാത്രം അത് കഴിഞ്ഞിട്ട് വെക്കണ്ടേ 5 എണ്ണം? അങ്ങനല്ലേ പറഞ്ഞത്? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആ ഡേറ്റാസ് ഞാൻ നിങ്ങളുടെ ക്ലാസ് റൂമിൽ വന്നതിന്റെ ഒപ്പം തന്നെ എങ്ങനെ സർവേ ചെയ്യണം, എങ്ങനെ അത് റിപ്പോർട്ട് എഴുതണം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലായിരുന്നു? ഡീറ്റെയിൽസ് തന്നിരുന്നു. ഫയൽ കാണിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഫോർമാറ്റ് ഉണ്ട്. ഫസ്റ്റ് ഫ്രണ്ട് പേജ് ഒരു ഷീറ്റ് വെക്കണം. നിങ്ങൾ നല്ല പോലെ തന്നെ പേജ് ഡിസൈൻ ചെയ്ത് വെക്കാം. അതിന്റെ പേര്, സബ്മിറ്റഡ് ബൈ, നിങ്ങളുടെ പേര്, ബാച്ച് ഒക്കെ വെച്ചിട്ട് അടുത്ത പേജിനകത്ത് ഒരു പ്രിഫൈസ്, ആമുഖം എഴുതണം. എന്തുകൊണ്ടാണ് ഈ സർവേ ചെയ്യാനുണ്ടായ ഒരു കാരണം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആമുഖത്തിൽ എഴുതാം, പ്രിഫൈസിൽ എഴുതാം. നെക്സ്റ്റ് നമ്മൾ ഇൻഡെക്സ് പേജ് വെക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് കൊടുക്കാം, ടൈറ്റിൽ അല്ലെങ്കിൽ കണ്ടന്റ്സ് എന്ന് കൊടുക്കാം. അവിടെ 1, 2, 3 എന്ന് മാർക്ക് ഇട്ടിട്ട് അടുത്തടുത്ത പേജുകളിൽ എന്തെല്ലാമാണോ വരുന്ന ആ ഓർഡർ ആണ് വരേണ്ടത്.
നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്ക് തന്നെ മോഡിഫൈ ചെയ്യാം. ഞാൻ പറഞ്ഞ ഓർഡറിൽ തന്നെ വെക്കണം എന്നൊന്നുമില്ല. അപ്പൊ ഫസ്റ്റ് എന്തായാലും നമ്മളൊരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എയിം ഓഫ് ദ പ്രോജക്ട് ആയിരിക്കും അല്ലെ, അത് ആ ക്വസ്റ്റ്യൻ. പിന്നെ ഇൻട്രൊഡക്ഷൻ, പിന്നെ എന്തെങ്കിലും അതിനെപ്പറ്റി കണ്ടന്റിനെ പറ്റി ഇൻട്രൊഡക്ഷൻ, പിന്നെ മെത്തേഡ്, ഡേറ്റ കളക്ട് ചെയ്യാൻ നിങ്ങൾ ഓപ്റ്റ് ചെയ്ത മെത്തേഡ്, നേരിട്ട് വിസിറ്റ് ചെയ്തതാണോ ഫോണിലൂടെയാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡേറ്റ കളക്ഷൻ, അവിടെയാണ് ആ ഷീറ്റ്സ് എല്ലാം വെക്കേണ്ടത്. അതിന്റെ ഇടയ്ക്ക് ഒന്നും എഴുതണ്ട, ആ ഷീറ്റ് നമ്മൾ ഫില്ല് ചെയ്ത് കൊണ്ടുവന്ന ഷീറ്റ് വെച്ചാൽ മതി. ഡേറ്റ കളക്ഷൻ കഴിഞ്ഞിട്ട് അനാലിസിസ്, ആ കളക്ട് ചെയ്ത ഡേറ്റയെ ബേസ് ചെയ്ത് നിങ്ങൾ എന്ത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഒപ്പീനിയൻ, നമ്മളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ, അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ, എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കണോ, ഏതെങ്കിലും ഒരു ഫാമിലിക്ക് കൊടുക്കേണ്ടതുണ്ടോ, അത് എഴുതുക. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വേണ്ടി വന്നില്ല, എല്ലാവരും നല്ല ഇതിൽ തന്നെയായിരുന്നു കുട്ടികളെ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കാം. പിന്നെ കൺക്ലൂഡ് ചെയ്യാം, കൺക്ലൂഷൻ അത്രേ ഉള്ളൂ. മനസ്സിലുണ്ടോ? ഇനി ഡൗട്ട്സ് ഉണ്ടോ? ഓരോരുത്തർക്കും സെപ്പറേറ്റ് റിപ്പോർട്ട് വേണ്ട. നമ്മൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡേറ്റ കളക്ട് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു റിപ്പോർട്ടാണ് തയ്യാറാക്കുന്നത്. ആ ഡേറ്റ കളക്ഷൻ എന്നുള്ള ഭാഗത്താണ് നമ്മൾ എത്ര 10 പേരെ ചെയ്തോ 50 പേരെ ചെയ്തോ അത്രയും ഷീറ്റ്സ് അവിടെ വെച്ചാൽ മതി. കൂടുതൽ ആളുകളെ ചെയ്യുമ്പോൾ കൂടുതൽ റിപ്പോർട്ടിൽ കൂടുതൽ അനാലിസിസ് ഒക്കെ എഴുതാനൊക്കെ പറ്റും. മിനിമം ആണ് ഒരു 5 എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ബുക്കിൽ വേണമെങ്കിൽ എഴുതാം, പേപ്പറിൽ വേണമെങ്കിൽ എഴുതി റിപ്പോർട്ടാക്കി വെക്കാം. ചിലര് സ്പൈറൽ ബൈൻഡിങ് ഒക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സേഫ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കിൽ ചെയ്താലും. മിസ്സേ, ഇപ്പൊ PG ഡിപ്ലോമ ചെയ്യണവർക്ക് രാജേശ്വരി എന്നുള്ള മാഡം മാറി ഇപ്പൊ ഒരു ജസീർ എന്ന എന്തോ പേരുള്ള മാഡം ആണ് QR കോഡ് അയച്ചേക്കണത്. ഓക്കെ ആണ്? അങ്ങനെ ഒരു ആളുണ്ട് ആസ്മത്രിയിലൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട്. ഉണ്ട്. ആ അതെ, ആ മാഡം പറഞ്ഞില്ല വേറെ ആള് വരുന്നൊന്നും പറഞ്ഞില്ല രാജേശ്വരി മാഡം. അപ്പൊ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് ചോദിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ ചോദിച്ചിട്ട് അപ്പൊ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. യുഗമാണല്ലോ, അപ്പൊ അങ്ങനെ ഒരു ആളുണ്ടോന്ന് എനിക്കൊരു സംശയം. അല്ല അങ്ങനെയല്ല മിസ്സേ, നമ്മ ക്യാഷ് അയക്കണല്ലേ. നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമുക്ക് ആൾക്കാരുള്ള പിന്നെ ധൈര്യമായിട്ട് ചോദിച്ചിട്ട് ക്യാഷ് ഇട്ടാ മതിയല്ല. ഡേറ്റും ഒക്കെ മാറി, 23-ാം തീയതി ആയിരുന്നു ഇത്ര നാളെ അടിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പൊ അത് മാറി, എന്താ പറയണത് 25-ാം തീയതി മറ്റേ മാഡം പറഞ്ഞേച്ചി. പക്ഷെ ആള് മാറുന്നൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോ ഫ്രണ്ട്സ് തമ്മിൽ ഒരു ഡൗട്ടായി. അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ ചോദിച്ചിട്ട് ക്യാഷ് ഇടാന്നുള്ള ഒരു ഇതിൽ നിൽക്കണായിരുന്നു. അതാ മാഡത്തിനോട് ചോദിച്ചത്. എന്നാലും നിങ്ങൾ പേയ്മെന്റ് അടയ്ക്കുമ്പം സ്മാർട്ട് ശ്രീയുടെ എന്തെങ്കിലും അങ്ങനെ വരാറില്ലേ അഡ്രസ്? അഡ്രസ് അങ്ങനെ ഒന്നും മഞ്ഞൊന്നുമില്ല. അടയ്ക്കുമ്പോ ഇങ്ങനെ മഞ്ഞുണ്ട് മേഡം. അല്ല പൊതുവെ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നപ്പോ ധൈര്യമായിട്ട് ക്ലാസ് അടക്കണ്ടല്ലോ, അപ്പൊ ചോദിച്ചിട്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് കൺഫേം ചെയ്യാം. എനിക്ക് മഞ്ജു ഒരു മെസ്സേജ് അയക്കും വൈകിട്ട്. അല്ലെങ്കിൽ മഞ്ജുവിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുള്ളൂ എന്നറിയില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ബാച്ചിൽ ആർക്കെങ്കിലും ഞാൻ അതിന്റെ കൺഫർമേഷൻ കൊടുത്തേക്കാം. എന്തെന്ന് പറഞ്ഞേ? ഇങ്ങനെ രാത്രി മാറിയിട്ട് ജസീറ ആയിട്ടുണ്ടോന്നൊന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാൻ മെസ്സേജ് അയക്കണോ പേഴ്സണലായിട്ട്? ഇല്ലില്ല, ഞാൻ അന്ന് ഓഫീസിൽ ചോദിക്കാം. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് ഇടാൻ പറയോ? അത് ഞാൻ പറയാം. ഓക്കെ മാഡം, താങ്ക് യു. ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വന്ന് ഇരിക്കണേ ഉള്ളൂ, അതാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്യാണ്ടിരുന്നത്. ബാങ്കിൽ പോയിട്ട് വന്നേ. ശരി മാഡം. ഓക്കെ, സോ പാർട്ട് 3 യൂണിറ്റ് 3 ആണ് എടുക്കുന്നത്. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയി കഴിഞ്ഞവരാരെങ്കിലും ഉണ്ടോ? ഇല്ല, പോകാനായിട്ട് തുടങ്ങുന്നുള്ളൂ. ഇനിയിപ്പോ നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേ പറ്റുള്ളൂ. ശരിയല്ലേ? സ്കൂളൊക്കെ ക്ലോസ് ആവാറായി. നോ പ്രോബ്ലം, നമ്മളുടെ ആപ്റ്റ് ടൈം തന്നെയാണ്. കാരണം മോണ്ടിസോറി മെത്തേഡ് അറിഞ്ഞിട്ട് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോവുകയാണെങ്കിൽ അതാണ് നല്ലത്. നമുക്കത് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, സോ ലോ ഓഫ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നാണോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് പോയിന്നാണോ? എനിവേ, ചൈൽഡും അഡൽട്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഉള്ള ആ പോയിന്റ്സ് ഒന്ന് വായിച്ചിട്ട് വരാൻ മാം പറഞ്ഞായിരുന്നു.
ഡിഫറൻസ് വായിച്ചപ്പോ നമ്മളുടെ പേഴ്സണൽ ലൈഫിലെ എന്തെങ്കിലും നമ്മുടെ കുട്ടികളായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയോ ഡിഫറൻസ് വായിച്ചപ്പോ? പിന്നെ മാഡം PG-ക്കാർക്ക് ഇനി വേറെ ക്ലാസ് ടൈം വരും. ഇപ്പൊ 1:30 to 2:30 അല്ലാണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ക്ലാസ്സിലെ. അപ്പം PG-ക്കാർക്ക് ഇനി വേറെ ടൈമിൽ ക്ലാസ് ഉണ്ടാവോ മാഡം? പാരലലി നിങ്ങളുടെ PG-യുടെ പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോ നമ്മള് 12, 13, 14 ഈ 3 ബാച്ചിന് കമ്പൈൻഡ് ആയിട്ട് PG ക്ലാസ് നടക്കുകയാണ്. അവർക്ക് ഈ മാർച്ച് ലാസ്റ്റ് ആവുമ്പോഴേക്കും അവരുടെ PG-യുടെ ക്ലാസ് എൻഡ് ആവും. അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴായിരിക്കും ടൈം? നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 15, 16, 17 ഒരുമിച്ചായിരിക്കും, കമ്പൈൻ ക്ലാസ് ആയിരിക്കും. ഇതുവരെയുള്ള ബാച്ചുകൾക്ക് 2:30 തുടങ്ങി 3:30 വരെ ആയിരുന്നു. പക്ഷെ നിങ്ങളുടെ ടൈം 1:30 തുടങ്ങി 2:30 വരെ ക്ലാസ് ടൈം. നിങ്ങൾക്ക് മാത്രമല്ല 15-കാർക്കും 1:30 തുടങ്ങി 2:30 വരെ ക്ലാസ് ടൈം ആയതുകൊണ്ട് ടൈമിനെ പറ്റി ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യണം. കാരണം ഒരു ക്ലാസ് ടൈം ഉടനെ അതന്നെ, ഒരു ക്ലാസ് കഴിയുമ്പോ അടുത്ത ക്ലാസ് ഉണ്ടാവില്ലേ, അങ്ങനെ ആയിരിക്കും അല്ലേ? അല്ല, അങ്ങനെ കണ്ടിന്യൂസ്ലി കയറുക എന്നുള്ളതല്ല, ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട്. അതായത് ഒരു PG-യുടെ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കോമൺ സബ്ജക്റ്റ് ആയ ഡിപ്ലോമ സെഷന്റെ ക്ലാസ്സും ഉണ്ടാകും. ആ ഡേ വേറൊരു സെഷനിൽ PG-യുടെ ക്ലാസ്സും ഉണ്ടാവും. അപ്പൊ എത്ര ടൈം നമുക്ക് കണ്ടെത്തേണ്ടി വരും അല്ലേ മാഡം? എന്ത് ജോലിക്ക് പോകുന്നുണ്ടോ? ജോലിക്ക് പോകണല്ലോ, ബിസിനസ് ആണ്. അപ്പൊ എല്ലാം നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കണത്. പെട്ടെന്നാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതാണല്ലേ. അപ്പൊ 1:30 to 2:30 ഫിക്സ് ചെയ്തിരിക്കണായിരുന്നു. ഞാനിപ്പോ ഇങ്ങനെ എക്സ്ട്രാ വേറെ ടൈം വരും എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആകെ ഒരു ഇതുണ്ട്, എന്താ വെച്ചാൽ കയറാൻ പറ്റുമോന്ന്. വേറൊരു ടൈമിൽ തുടങ്ങും. അത് മോസ്റ്റ് പ്രോബ്ലി ഏപ്രിൽ മിഡൊക്കെ ആവുമ്പോഴായിരിക്കണം. പിന്നെ ആ ഒരു ടൈം ആവുമ്പോഴേക്കും നിങ്ങളുടെ ചിലപ്പോൾ ഡിപ്ലോമ ക്ലാസ് കഴിയുമായിരിക്കും. കഴിഞ്ഞിട്ട് തുടങ്ങില്ല, ചിലപ്പോ PG-യുടെ തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഡിപ്ലോമയുടെ സെഷൻ തീരും. പിന്നെ പ്രശ്നമില്ലല്ലോ. നിങ്ങൾക്ക് പാർട്ട് 4 സ്റ്റാർട്ട് ചെയ്തോ ടീച്ചേഴ്സ് ആരെങ്കിലും? റോസ് മാം സെമിനാർ തന്നത് തോന്നുന്നു, ലെക്ചർ ഓഫ് ദ ക്ലാസ് റൂം ഒക്കെ. യെസ്. അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് ഡിപ്ലോമ കോമൺ സബ്ജക്ട് തീരാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത് ഞാൻ എടുക്കുന്ന പോർഷൻസ് ആണ്. അതായത് 3rd, 4th ഒക്കെ 7 യൂണിറ്റിന് ടൈം കൂടുതൽ എടുക്കും. 10 ഈ ഇത്രയും കടന്നു പോയി 7 കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല. 3-ഉം 7-ഉം തീരാനാണ് സമയം എടുക്കുന്നത്. 4-ഉം 10-ഉം വലിയ പ്രശ്നമില്ല. 2 ക്ലാസ്സസ് മതിയാകും രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ഈച്ച്. പക്ഷെ 3rd-ഉം 7th യൂണിറ്റും തീരാൻ ഇത്തിരി പാട്. സബ്ജക്ട് അതിന്റെ കണ്ടന്റ് നമുക്കൊന്ന് കൺസ്യൂം ചെയ്യാൻ, നമുക്കതൊന്ന് ദഹിക്കാൻ ഇച്ചിരി സമയം എടുക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് മോണ്ടിസോറി മെത്തേഡ്. അതാണ് മോണ്ടിസോറി. ഇപ്പൊ മോർണിംഗ് ടൈം ഈ ഈവനിങ് പറ്റത്തില്ല ക്ലാസ് വെക്കണേ, അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയും കയറാം. 5 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ കയറാൻ പറ്റത്തില്ല മിസ്സേ. ഞാൻ പറയുന്നത് ഡേ ടൈമിലാണ് വെറുതെ ജോയിൻ ചെയ്തത്. ആകെ ഞാനാണ് രാത്രിയൊക്കെ ക്ലാസ് വെക്കുന്നത്. ലൈക്ക് അത് വേറെ റിവിഷൻ ക്ലാസ് ഒക്കെ ഞാൻ നൈറ്റ് ആണ് വെക്കുന്നത്, എല്ലാവർക്കും കയറാൻ പറ്റാൻ വേണ്ടിയിട്ട്. അല്ലാതെ PG-യുടെ ക്ലാസ് ഒന്നും ആ സമയത്ത് വരില്ല. അതൊരു 3:30-ക്കുള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു സെഷനിൽ തീരും. ഓക്കെ, ഞാൻ എന്തായാലും ടൈമിനെ കുറിച്ച് എന്തായാലും ഒന്ന് അന്വേഷിച്ചേക്കാം. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് സെഷൻ പറഞ്ഞത് ഒരു കുട്ടി ചെയ്യുന്ന ടാസ്കും ആ സെയിം ടാസ്ക് ഒരു അഡൾട്ട് ചെയ്യുമ്പോഴും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പൊ നിങ്ങള് കുറെ എന്താ പറയാൻ വന്നേ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? 90 മാം. 90 ആണോ 90 ആണോ? യെസ് മാം, 90. എന്റെ പ്രിന്റ് ഔട്ട്സ് ആണ്, അതിൽ നമ്പർ ഇല്ല.
ഓക്കെ, പേജ് നമ്പർ 90. സോ ഒരു കുട്ടിയുടെ വർക്കും ഒരു അഡൽട്ടിന്റെ ഗ്രോണപ്പിന്റെ വർക്കും തമ്മിലുള്ള ഡിഫറൻസ് വായിച്ചു വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു 5 പോയിന്റ്സ് ഉണ്ട്. അത് 5 പോയിന്റ്സും ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? The aim of the child's walk is not visible one, but of an internal one. That is for self-construction. An adult walk to complete an activity the child walk in order to develop through walk he establish concentration, high motor development, walk habit, and more importantly, his self-concept. Option B. The child attains a law of maximum effort. To succeed by himself, he boosts his efforts. To develop, he must do it himself and no one can do it for him. In fact, every support given to a child captures his development. Option C. Children use the environment to enhance themselves. Adults use themselves to improve the environment. The adult is no longer developing. He has arrived at the norms of the species, but the child is being in a constant state of transportation. He interacts with the environment and receives impressions for his psychic development. Option D. Children work for the purpose of the process. However, the adult is involved with the end and result. Option E. The accent of the child's walk is different from the adult. A child of about 3-5 years who wants to walk with the 10 cubes of pink tower on a rung would create 10 separate journeys all over the room. An adult would never act in that way. The child does not hurry as we do towards the end. By following his rhythm, he is able to accurate himself. സോ ഒരു കുട്ടി ഒരു ടാസ്ക് ചെയ്യുന്നതും ഒരു ഗ്രോണപ്പ് ചെയ്യുന്നതും നമ്മൾ വീട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമായിരിക്കാം. പലപ്പോഴും ചിലപ്പോൾ കുട്ടികളെ നമ്മൾ തടഞ്ഞിട്ടുണ്ടാകാം. നമുക്ക് ശരിയായ വിധത്തിൽ കാര്യം മനസ്സിലാകാത്തതുകൊണ്ടൊന്ന് പറ്റിയതായിരിക്കാം. പക്ഷെ ഇനിയിപ്പൊ നമ്മൾ അങ്ങനെ ഒരു തടസ്സം വെക്കില്ല, അല്ലെ? അല്ലെങ്കിലും ചില പാരന്റ്സ് കുട്ടികൾക്കെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു, അവര് തന്നെ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട്. ദാറ്റ്സ് ഗുഡ്. കുട്ടികളുടെ ആ ഒരു വർക്ക് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ, അവരുടെ സെൽഫ് കൺസ്ട്രക്ഷൻ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവര് ചെയ്യുന്ന പ്രോസസ് എൻജോയ് ചെയ്യും. അഡൽട്ടിനെ സംബന്ധിച്ച് പ്രോസസ്സിൽ പ്രത്യേകിച്ച് എൻജോയ്മെന്റ് ഒന്നുമില്ല. അവർക്ക് ആ എൻഡ് റിസൾട്ട്. ആ ഫസ്റ്റ് പോയിന്റില് 3rd ലൈനില് ലാസ്റ്റ് ഹീ എന്നൊരു വാക്ക് കാണാം, HIE. ഹീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വിക്കായിട്ട് മൂവ് ചെയ്യുന്നതിന്, പെട്ടെന്ന് സ്പീഡിൽ പോകുന്നത്. അതാണ് നമ്മൾ കാണാമല്ലോ കൊച്ചുകുട്ടികള് നിന്ന നിപ്പിൽ അവരെ കാണില്ല. അങ്ങനെ എഴയുന്ന പ്രായത്തിലൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര സ്പീഡിലാണ് ഓരോന്ന് ചെയ്യുന്നത്, അല്ലെ? അത് അവരുടെ മോട്ടോ ഡെവലപ്മെന്റിന്റെ അതിന്റെ ഒരു ഗ്രോത്ത് ആണ് കാണുന്നത്. പിന്നെ അവർ എന്ത് ചെയ്യുമ്പോഴും മാക്സിമം എഫേർട്ട് എടുത്താ ചെയ്യുന്നത്. ഈവൻ അഡൾട്ടായ നമ്മൾക്കറിയാം ഓരോ വർക്കിനും എത്രത്തോളം ഫോഴ്സ് കൊടുക്കണം എന്നുള്ളത്. നമുക്കിപ്പോ ഒരു ടേബിൾ പുഷ് ചെയ്യണം, നമുക്ക് ആ ടേബിളിന്റെ വലിപ്പം, ടേബിളിന്റെ ഒരു വെയിറ്റ് ഒക്കെ നമുക്കൊന്ന് മനസ്സിലാകും. അതൊന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ഫോഴ്സ് ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യാം. ഒരു ചെയർ എടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് വെക്കണമെങ്കിൽ നമുക്കറിയാം അതിന് എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. 1 കിലോ അല്ലെങ്കിൽ ഒരു 2 കിലോ ബാഗ്, റൈസ് ബാഗ്, അത് 2 കിലോ ആണ്. സോ എത്രത്തോളം ഫോഴ്സ് വേണം? 5 കിലോ ആകുമ്പോൾ എത്ര ഫോഴ്സ് വേണം? ഒരു അഡൾട്ടിന് അതിനെ പറ്റിയൊക്കെ ഐഡിയ ഉണ്ട്. പക്ഷെ കുട്ടികൾക്ക് അറിയില്ല. അവരെന്ത് ചെയ്യുമ്പോഴും അവരുടെ ഫുൾ ഫോഴ്സ്, മാക്സിമം എഫേർട്ട് എടുത്താണ് ചെയ്യുന്നത്. അപ്പോഴാണ് ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അതായത് ഇപ്പൊ തൊട്ട് മുന്നില് കുട്ടികളൊക്കെ ആയിട്ട് അവരെന്തെങ്കിലും കളിക്കുകയൊക്കെ ആണെങ്കിൽ മുന്നിൽ നിൽക്കുന്ന കുട്ടിയെ ചിലപ്പോ ഒന്ന് തൊട്ടതായിരിക്കാം. തൊട്ടപ്പോഴേക്കും അവന്റെ ഫോഴ്സ് അങ്ങായി. കൊച്ചുകുട്ടിയാണല്ലോ, കുട്ടി അങ്ങ് വീഴും. അപ്പൊ ടീച്ചർമാര് വന്ന് വഴക്ക് പറയുന്നു, നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോ കുട്ടി എപ്പോഴും പറയുന്ന മറുപടി ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. കള്ളം പറയുന്നു അങ്ങനെ ചോദിക്കും. പക്ഷെ ആക്ച്വലി കുട്ടിക്ക് അറിയില്ല, അവൻ തള്ളിയിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൻ അമ്മനെ ഫോഴ്സ്ഫുള്ളി തൊട്ടതായിരിക്കാം. ആ ഒരു ഫോഴ്സിൽ കുട്ടി മറിഞ്ഞു വീണിട്ടുണ്ടാവും. അപ്പൊ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് അവർ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അത്
പലപ്പോഴും ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ ഉണ്ടാക്കും. അതിന്റെ കാരണം ഇവരുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യല് അങ്ങനെ ഓർഡറിലല്ല, അവിടെ ഇവിടെ ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത്. ഇവര് ഡെവലപ്പായി വരുമ്പോഴാണ് ഇവരുടെ കഴിവുകളെല്ലാം ഓർഡറിലാകുന്നത്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഓരോ കാര്യത്തിനും എത്രത്തോളം എഫേർട്ട് എടുക്കണം. നമ്മൾ കുട്ടികള് നമ്മുടെ ഇപ്പൊ വീട്ടില് ജഗ്ഗില് വെള്ളം നിറച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുന്ന പോലെ കുട്ടികൾ കുടിക്കുവാണെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ നമുക്ക് ജഗ് എടുക്കുമ്പോൾ അതിൽ എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് അറിയാം. പിന്നെ നമ്മൾ കമഴ്ത്തി കഴിഞ്ഞാൽ അടപ്പ് തുറന്നു പോകും നമുക്കറിയാം. നമ്മൾ അതിനനുസരിച്ച് സെക്യൂർ ആക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത്. പിന്നെ ഗ്ലാസ് ഫില്ലാവാൻ എത്രത്തോളം വെള്ളം വേണം, ഫില്ലാകാറാവുമ്പം ജഗ് മാറ്റണം, ഇതൊക്കെ നമുക്ക് ആ ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ലല്ലോ. അവരിങ്ങനെയും ഒഴിക്കും, അത് സ്പിൽ ഔട്ട് ആയിട്ട് തുളുമ്പി പോവും. അപ്പൊ സാധാരണ കുട്ടികൾ കേൾക്കുന്നത് എന്താണ്, നിന്നോട് ആരാ അതെടുക്കാൻ പറഞ്ഞത്, ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ല, നീ പറഞ്ഞാൽ ഞാൻ എടുത്തു തരില്ലായിരുന്നു, അവിടെ നിന്ന് പോകും എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവരുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം അങ്ങ് താന്നു പോവുകയാണ്. ഐ എം നോട്ട് ഗുഡ് ഫോർ എനിത്തിങ് എന്നുള്ളത് ഫീഡ് ആവുക കുട്ടികളിൽ. അപ്പം നമ്മൾ അത് മനസ്സിലങ്ങനെ തോന്നിയാലും നമ്മൾ പെട്ടെന്ന് അത് പറയരുത്. നമ്മളായിട്ട് സാരമില്ല എന്ന് പറഞ്ഞിട്ട് മോപ്പ് ചെയ്ത് ചെയ്യാനായിട്ട് തുണി കൊടുക്കുക, കുട്ടിയുടെ കയ്യിൽ തന്നെ കൊടുക്കുക, അതൊന്ന് തുടച്ചു കളഞ്ഞോളൂ എന്ന് പറയും. അപ്പൊ അവർ ഹാപ്പിയാണ്. നെക്സ്റ്റ് ടൈം, ഫസ്റ്റ് ടൈം അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ ബ്രെയിനിൽ ഇങ്ങനെ ഫീഡാക്കി വെച്ചിട്ടുണ്ട് അവരെല്ലാം ഇംപ്രഷൻസ് ആയിട്ട് സ്റ്റോർ ചെയ്യും. കുട്ടികളുടെ മെമ്മറി ഭയങ്കര ഷാർപ്പാണല്ലോ. ആഫ്റ്റർ 3 years അവരെല്ലാം സ്റ്റോർ ചെയ്യും. അപ്പൊ നെക്സ്റ്റ് ടൈം അവർ ഇതുപോലെ വെള്ളം ജഗ്ഗിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ പ്രീവിയസ് എക്സ്പീരിയൻസ്, അതിന്റെ റിഫ്ലക്ഷൻസ് അവരുടെ മനസ്സിലേക്ക് എത്തും. ആ ഒരു ഇമേജ്, അന്ന് സംഭവിച്ച കാര്യം. അപ്പൊ അവർ ശ്രദ്ധിക്കും. പിന്നെ ഒഴിക്കുമ്പോ അത്രയും വെള്ളം സ്പിൽ ഔട്ട് ആയി പോവില്ല. അഥവാ വെള്ളം പുറത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അവനറിയാം. അമ്മ കൊടുത്ത ക്ലോത്ത് അവിടെ ഉണ്ട്, അതെടുത്ത് തുടയ്ക്കും. അങ്ങനെ പലതവണയും സെയിം ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുട്ടിക്ക് അവന്റെ ആക്ഷനിൽ കൺട്രോൾ കിട്ടുവാണ്. അതാണ് അവൻ ചെയ്യുന്ന പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നു. ഒരു അഡൽട്ടിനെ സംബന്ധിച്ച് ജഗ്ഗിന്റെ ഗ്ലാസ്സിൽ വെള്ളം ഫില്ല് ചെയ്യുന്നത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അവർക്ക് എൻഡ് റിസൾട്ട് ആണ് അല്ലെ. അതാണ് ആ ഒരു ഡിഫറൻസ്. കുട്ടികൾ അവരുടെ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുന്നു, അപ്പോഴാണ് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അവിടെയാണ് നമ്മുടെ സപ്പോർട്ട് വേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ സ്കോൾഡ് ചെയ്യാനോ അങ്ങനെ വഴക്ക് പറഞ്ഞ് അവരെ ഇതാക്കാനോ കൺട്രോൾ ചെയ്യാനോ ഒന്നും അല്ല പോകേണ്ടത്. അല്ലെങ്കിൽ അവർ ജഗ് എടുക്കാൻ പോകുമ്പോഴേ ചിലപ്പോൾ ചില അമ്മമാര് തുറന്നു നീ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം കുട്ടികൾ ശരിക്കും എൻവയോൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും ിലൂടെ കടന്നു പോവുക. അവരുടെ ലേണിംഗ് പ്രോസസ് നടക്കുന്നത് ആ ഒരു എൻവയോൺമെന്റിലൂടെയാണ്. ആ ഒരു എൻവയോൺമെന്റ് അവരെ എൻഹാൻസ് ചെയ്യിക്കുന്നു, അവരെ ഡെവലപ്പ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, പ്രോഗ്രസ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അഡൽട്സിനെ സംബന്ധിച്ച് എൻവയോൺമെന്റിൽ നിന്ന് അവർക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി അവർ അതിന്റെ പീക്കിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവരെ തന്നെ യൂസ് ചെയ്ത് എൻവയോൺമെന്റിലേക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ള രീതിയിലാണ് അവർ നോക്കുന്നത്. കുട്ടികൾ എൻവയോൺമെന്റിൽ നിന്നുള്ളതെല്ലാം എടുത്ത് അവര് സ്വയം അങ്ങ് ഡെവലപ്പ് ആകും. അഡൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡെവലപ്മെന്റിന്റെ പീക്കിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഡെവലപ്പ് ആകാനൊന്നുമില്ല. കുട്ടികളാണ് എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവരുടെ സൈക്കിക് ഡെവലപ്മെന്റ്, അവരുടെ മനസ്സിന്റെ ആ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. കുട്ടികൾ ആ പ്രോസസ്സും അതിന്റെ പർപ്പസും എല്ലാം എൻജോയ് ചെയ്യും. എൻഡ് റിസൾട്ടും നടക്കുന്ന പ്രോസസ്സും എല്ലാം എൻജോയ് ചെയ്യുന്നു. അഡൽട്ടിന് എൻഡ് റിസൾട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കുട്ടികളുടെ വർക്ക് അഡൽട്ടിന്റെ വർക്കിൽ നിന്നും ഡിഫറെന്റ് ആണ്. ഒരു നിങ്ങൾക്ക് പിങ്ക് ടവർ അറിയാമോ? ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയോ പിങ്ക് ടവർ ചാർട്ട് പേപ്പർ വെച്ചിട്ട്? പിങ്ക് ടവറിൽ നമുക്ക് 10 ക്യൂബ്സ് ആണുള്ളത്. പിങ്ക് ഷെയ്ഡിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക്, ഒരു ബേബി പിങ്ക് പോലെ വരുന്ന ഒരു പിങ്ക് ഷെയ്ഡിലുള്ള 10 ക്യൂബ്സ് ആണ്. ഈ 10 ക്യൂബ്സിൽ ഏറ്റവും വലിയ ക്യൂബ് 10 സെന്റിമീറ്റർ ആണ് സൈഡ്സ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന് 3 dimensional ആയിട്ടുള്ള സോളിഡ് ആണ്. ഹൈറ്റ്, ലെങ്ത്, വിഡ്ത്ത്, ഈ 3 dimensions വരുന്ന സോളിഡ് ആണ് ക്യൂബ് എന്ന് പറയുന്നത്. ഈ 3ഉം ഈക്വൽ ആയിരിക്കും. 10 സെന്റിമീറ്റർ ആണ്. ക്യൂബിന് എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. സോ 10 സെന്റിമീറ്റർ വരും. അടുത്തത് 9 സെന്റിമീറ്റർ. അങ്ങനെ 1 സെന്റിമീറ്ററിന്റെ ഡിഫറൻസിൽ 10 ക്യൂബ്സ് വരുന്നതാണ് പിങ്ക് ടവർ. ഏറ്റവും ചെറിയ ക്യൂബിന്റെ ഡയമെൻഷൻ 1 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഈ പിങ്ക് ടവറിനെ സ്റ്റാക്ക് ചെയ്യാം, അതാണ് അവരുടെ ഒരു ടാസ്ക്. അപ്പൊ ഏറ്റവും അടിയിലെ ഏറ്റവും വലിയ
ക്യൂബ് വെക്കും, അതിന്റെ മുകളിൽ അതിന്റെ അടുത്തത് അങ്ങനെ അങ്ങനെ സ്റ്റാക്ക് ചെയ്ത് പോകും. ഈ പോകുന്നതിന് ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും അവർ സ്റ്റാക്ക് ചെയ്തില്ല എന്തെങ്കിലും വ്യത്യാസം വന്നു, ലൈക്ക് അപ്പൊ 5 സെന്റിമീറ്റർ വരുന്ന 5 സെന്റിമീറ്റർ വരുന്ന ക്യൂബിന് പകരം അവിടെ 4 സെന്റിമീറ്റർ എടുത്ത് വെച്ചു, പിന്നെ അവര് വെക്കാൻ നോക്കുമ്പോൾ എന്തോ ഒരു വ്യത്യാസം അവർക്ക് മനസ്സിലാവും, അവര് തന്നെ അത് കറക്റ്റ് ചെയ്യും. അതൊരു ജേണിയാണ്, അവരുടെ ഒരു ലേണിംഗ് ജേണിയാണ് അല്ലെ ആ ഒരു റൂമിൽ അവരത് വെച്ച് അങ്ങനെയൊക്കെ നോക്കുന്നത്. ഒരു അഡൾട്ടിന് ഒരു പിങ്ക് ടവർ കൊടുത്തു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരെ വേഗം അത് സ്റ്റാക്ക് ചെയ്യാൻ തീർന്നു. പക്ഷെ കുട്ടികൾ അതുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അവർക്ക് എന്ത് ടോയ്സ് കിട്ടിയാലും എന്ത് മെറ്റീരിയൽസ് കിട്ടിയാലും അവരതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടേതായ ഐഡിയയില് കുറെ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഡോക്ടർ മോണ്ടിസോറി കുറെ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തു. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള മെത്തേഡും ഡിസൈൻ ചെയ്തെങ്കിലും പല മെത്തേഡും ഇപ്പോഴുള്ള രീതിയിൽ ചെയ്യുന്നത് അവര് എസ്റ്റാബ്ലിഷ് ചെയ്ത കാസാഡി ബാംഗ്രി എന്നുള്ള ഫസ്റ്റ് മോണ്ടിസോറി സ്കൂളില് കുട്ടികൾ ഈ മെറ്റീരിയൽസ് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ടവർ പോലെ വെക്കുന്ന പിങ്ക് ടവർ അവരിങ്ങനെ ട്രെയിൻ പോലെ നിലത്ത് കിടത്തി വെച്ചു, 2 എണ്ണം ഒരുമിച്ച് പെയർ ചെയ്ത് വെച്ചു. അങ്ങനെ അങ്ങനെ പല രീതിയിലും അവർ മാനിപ്പുലേറ്റ് ചെയ്തു. അവർക്ക് കൊടുത്ത് ബ്രൗൺ സ്റ്റെയറുമായിട്ട് കോമ്പിനേഷൻ ചെയ്തു. അതെല്ലാം ആക്സിഡന്റലി സംഭവിച്ച ഇൻസിഡൻസ് ആണ് മോണ്ടിസോറി എൻവയോൺമെന്റില്. അപ്പൊ അങ്ങനെ ആക്സിഡന്റലി സംഭവിച്ച പല കാര്യങ്ങളും പിന്നെ ഡോക്ടർ മോണ്ടിസോറി മെത്തേഡിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. എല്ലാം ആ മെത്തേഡിലേക്ക് ആഡ് ചെയ്ത് വെച്ചു. കുട്ടികൾ മാനിപ്പുലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം അവർ അതിനകത്തേക്ക് ആഡ് ചെയ്ത് വെച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി സ്കൂളില് ആദ്യം ഈ മെറ്റീരിയൽസ് എല്ലാം ഷെൽഫില് അടച്ച് ലോക്ക് ചെയ്ത് വെച്ച രീതിയിലായിരുന്നു. അവിടെ കുട്ടികൾക്ക് ഫെസിലിറ്റേറ്റർ മെറ്റീരിയൽസ് എടുത്തു കൊടുക്കും, അവരെടുത്തു കൊടുക്കുന്നതായിരുന്നു കുട്ടികൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഡോക്ടർ മോണ്ടിസോറിയുടെ അസിസ്റ്റന്റ് ഒരു കാൻഡിഡ എന്ന് പറഞ്ഞൊരു ലേഡി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് കാൻഡിഡയാണ് എല്ലാം ചെയ്യുന്നത്. കാൻഡിഡ മറന്നുപോയി ഷെൽഫ് അടയ്ക്കാനായിട്ട്. പിറ്റേ ദിവസം കാൻഡിഡ വരാനും ലേറ്റ് ആയി. പിറ്റേ ദിവസം കാൻഡിഡ വരുമ്പോ കാണുന്ന കാഴ്ച ഡോക്ടർ മോണ്ടിസോറി അവിടെ ഇരിക്കുന്നുണ്ട്. ഡോക്ടർ മോണ്ടിസോറി കുട്ടികളെ ഒബ്സർവ് ചെയ്യുക, അതാണ് അവരുടെ മെയിൻ പണി. കുട്ടികളെല്ലാരും ഈ ഷെൽഫ് തുറന്നു കിടക്കുന്ന കണ്ടുകൊണ്ട് പോയി എല്ലാം എടുത്തുകൊണ്ട് വന്ന് തന്നെ താനെ ഇരുന്ന് ചെയ്യാൻ തുടങ്ങി. അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് അവർ പോയി എടുത്തോണ്ട് തന്നെ ചെയ്യാനായിട്ട്. ഇത് കണ്ടപ്പോ കാൻഡിഡയ്ക്ക് ഭയങ്കര ദേഷ്യം. അവര് പറഞ്ഞത് കുട്ടികൾ സ്റ്റീൽ ചെയ്തു, മോഷ്ടിച്ചു, ചോദിക്കാതെ എടുത്തല്ലോ, അതാണ്. അപ്പൊ ഡോക്ടർ മോണ്ടിസോറി അവരെ സമാധാനപ്പെടുത്തിയിട്ട് പറഞ്ഞു, സാരമില്ല, ഇനി തുടങ്ങി നമ്മുടെ മെത്തേഡ് ഇതാണ്, ഫ്രീഡം ഓഫ് ചോയ്സ്. അവർക്കത് തന്നെ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം. അങ്ങനെയാണ് മോണ്ടിസോറി മെത്തേഡിൽ അതെല്ലാം. അപ്പൊ എല്ലാം ആഡ് ചെയ്ത് പോവുമായിരുന്നു, അപ്ഡേറ്റഡ് ആയിട്ട് പോവുകയാണ് കുട്ടികളുടെ രീതികൾക്കനുസരിച്ച്. പിന്നെ ഷെൽഫ് എല്ലാം ചൈൽഡ് സൈസ് ആക്കി, എല്ലാം ഓപ്പൺ ചെയ്യും ഷെൽഫ്, ഒന്നും പൂട്ടി വെക്കില്ല. അപ്പൊ ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞു. ഫ്രീഡം ഓഫ് ചോയ്സ് ആയപ്പോഴേക്കും കുട്ടികൾ ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ആണല്ലോ സെലക്ട് ചെയ്തത്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ ആകുമ്പോൾ അവർ ശ്രദ്ധയോടുകൂടെ ചെയ്യും. ആ മെറ്റീരിയൽസിന് യാതൊരു കേടുപാടും വരാനും അവര് നോക്കില്ല, അതിനെ നല്ല സൂക്ഷിച്ച് ശ്രദ്ധയോടെ നോക്കും. അതിനെ നശിപ്പിക്കാനുള്ളതൊന്നും അവരുടെ മനസ്സിലുണ്ടാവുന്നില്ല. അപ്പൊ കുട്ടികൾ ഡെവലപ്പ് ആകാനായിട്ട് ആ ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ മെത്തേഡിൽ പലതും ഇങ്ങനെ അവിടെ ആക്സിഡന്റലി ഒക്കെ സംഭവിച്ച പല കാര്യങ്ങളിലൂടെയാണ് നടക്കുന്നത്. മോണ്ടിസോറിയുടെ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര രസം തോന്നും. ഇതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോഴേക്കും ഇങ്ങനെ അവർ ഒബ്സർവ് ചെയ്ത പല കാര്യങ്ങളും. ഓക്കെ, ഞാൻ ജസ്റ്റ് അതൊന്ന് ഷെയർ ചെയ്തൊന്നേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്, അപ്പൊ അതാണ് ലോ ഓഫ് വർക്ക്. നമ്മള് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കൊണ്ട് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഒരു സ്പേസ് മാത്രല്ല, പേസ്, PSC, ടൈം, റേറ്റ് അവരുടെ പേസിൽ അവർക്ക് ചെയ്യാനായിട്ട് പറ്റണം. അല്ലാതെ കുട്ടി ചെയ്തുകൊണ്ടിരുന്ന മുഴുവനായില്ല, അതിന് മുമ്പേ വന്നിട്ട് സ്റ്റോപ്പ്, മതി, ഇന്ന് ഇത് മതി, ഇത്ര മതി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് സാധനങ്ങൾ പിടിച്ചു വാങ്ങുകയല്ല ചെയ്യേണ്ടത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സമയം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ക്ലാസ് റൂമുകളിൽ എന്താ സംഭവിക്കുന്നത്, ഇപ്പൊ മാത്സിന്റെ ഒരു പ്രോബ്ലം ടീച്ചർ അഡീഷൻ ആണെന്ന് വിചാരിച്ചു, ചെറിയ ക്ലാസ് അഡീഷൻ ചെയ്യാനായിട്ട് ബോർഡിൽ എഴുതി കൊടുത്തു ക്വസ്റ്റ്യൻ. കുട്ടികൾ ചെയ്തു. ചില കുട്ടികൾ ആദ്യം അങ്ങ് ചെയ്ത് തീരും അല്ലെ, നല്ല സ്പീഡായിട്ട്. ചില കുട്ടികൾ ഒരു ടൈം എടുക്കും, അവര് സമയമെടുത്ത് അവരത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ആൻസറിലേക്ക് എത്തും അവർ ആ യാത്രയിലാണ്. ചില കുട്ടികൾക്ക് കൺസെപ്റ്റേ മനസ്സിലായില്ല എന്താ ചെയ്യേണ്ടത്, ചെറിയ ക്ലാസ്സിൽ. അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ കുറെ പേര് ചെയ്തു കഴിഞ്ഞു, കുഞ്ഞുങ്ങളല്ല, അവര് പറയും ഞങ്ങൾ ഫിനിഷ് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ടീച്ചർ 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യായിരിക്കും. പിന്നെ സ്റ്റോപ്പ് റൈറ്റിംഗ് എന്ന് പറയും, അടുത്തതിലേക്ക് പോകും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു കാറ്റഗറി കുട്ടികള്
ഫിനിഷ് ചെയ്തു. ദേ ആർ വെരി ഹാപ്പി, അവര് പ്രൊഡക്റ്റീവായി. ഒരു വിഭാഗം എന്താ പറ്റുക, അവർ ഓൺ ദ വേയിലായിരുന്നു, അവർക്ക് ആൻസറിലേക്ക് എത്താൻ അറിയാം, പക്ഷെ അവർക്ക് ടൈം വേണം. അപ്പൊ അവര് പാതിക്ക് വെച്ച് അവരുടെ നിന്നുപോയി. ഇത് രണ്ടിലും പെടാതെ ഒന്നും മനസ്സിലാകാതെ കൺസെപ്റ്റ് കിട്ടാത്ത ഒരു ഗ്രൂപ്പ് വേറെ. ഇതാണ് ട്രഡീഷണൽ മെത്തേഡിൽ സംഭവിക്കുന്നത്. ചെറിയ ക്ലാസ്സുകളിൽ അത്രയും സംഭവിക്കുന്നില്ലായിരിക്കും, വലിയ ക്ലാസ്സുകളിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്. കുറച്ചും പേര് അവർ പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികൾ ആദ്യം കഴിയും, അതേസമയം അതിനെപ്പറ്റി നല്ല അറിവുള്ള കുട്ടികൾ സമയമെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരും പാതി വഴിയിൽ സ്റ്റോപ്പ് ആവും, ഒന്നും കിട്ടാതെ കുറെ പേര്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ അങ്ങനെയല്ല. ആ ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുവാണ്, ഇപ്പൊ പിങ്ക് ടവർ ചെയ്യുവാണ് ഒരാള്, സ്റ്റാർട്ട് ചെയ്യാം, അതാണല്ലോ നമ്മുടെ ആക്ടിവിറ്റി. ആ കുട്ടി 5 minutes കൊണ്ട് ഒരു കുട്ടി ചെയ്തു കഴിഞ്ഞു. വേറൊരു കുട്ടിക്ക് 10 minutes എടുത്തു, വേറൊരു കുട്ടി half an hour. എറർ വന്നു, വീണ്ടും ശരിയാക്കി റിപ്പീറ്റ് ചെയ്ത് half an hour കൊണ്ടായിരിക്കും അവനത് അച്ചീവ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കുട്ടികൾക്കും അവിടെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. 5 minutes ഉള്ളവന് സമയമുണ്ട്, 10 minutes ഉള്ളവന് സമയമുണ്ട്, half an hour ചെയ്യുന്നവനും സമയമുണ്ട്. അപ്പൊ ഒരു അവരുടേതായിട്ടുള്ള പേസിൽ, അവരുടെ സ്പീഡില് അവരെന്നിട്ട് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു. അവിടെയാണ് ഡിഫറൻസ്. ഒരു അക്കംപ്ലിഷ്മെന്റ്, അച്ചീവ്മെന്റ് കിട്ടി, കംപ്ലീറ്റ് ആയി. ഇവൻ റിപ്പീറ്റ് ചെയ്യുന്നു, സെയിം പ്രാക്ടീസ് റിപ്പീറ്റ് ചെയ്ത് അവൻ ഇംപ്രൂവ് ആകും. half an hour കൊണ്ട് ചെയ്തത് 10 minutes കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളവിടെ അങ്ങനെ ഒരു ചാൻസ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ അവന് കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ലേണിംഗ് പാതി വഴിയിൽ നിൽക്കും. അപ്പൊ ട്രഡീഷണൽ മെത്തേഡിലെ ടീച്ചർ ആ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളോട് യെസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് എഴുതിക്കോളൂ, നമ്മൾ സമയം കൊടുക്കുന്നു, അവരും റിസൾട്ടിലേക്ക് എത്തി. അടുത്ത അറിയില്ലാത്തവരെ ടീച്ചറെ എൻഗേജ് ചെയ്യിക്കുന്നു, അവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കുന്നു, അവരും ചെയ്തു, അവരും റിസൾട്ടിലേക്ക് എത്തി. അങ്ങനെ ഒരു കുറച്ച് ദിവസം ആ സെയിം പ്രാക്ടീസ് ആവുമ്പോഴേക്കും ആ ഒരു ടെക്നിക് അഡീഷൻ ആണ്, 2 digit നമ്പേഴ്സിന്റെ അഡീഷൻ ആണെങ്കിൽ അത് എല്ലാ കുട്ടികളിലേക്കും അത് എത്തിക്കഴിയും. പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ശരിയാവും. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അങ്ങനെയാണ് ബേസ് നഷ്ടപ്പെട്ടു പോകുന്നത് കുട്ടികൾക്ക്. ആ തുടക്കത്തിലെ അവർക്ക് അതിനുള്ളൊരു സ്പേസ് കിട്ടാതെ വരുന്നു ആ ഒരു എൻവയോൺമെന്റില്. അതാണ് പല കുട്ടികളിലും ബേസ് ഇല്ലാണ്ടായി പോകുന്നത്. അത് മാത്സ് മാത്രമല്ല, ഏതൊരു കാര്യത്തിലാണെങ്കിലും, മലയാളമാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഒക്കെ ആ ഒരു ബേസ് നഷ്ടപ്പെട്ടു പോകും. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ചില ഫ്രണ്ട്സിന്റെ മക്കള് ഹൈസ്കൂളിൽ എത്തിയിട്ടും CBSE പഠിക്കുന്ന കുട്ടികൾ തന്നെ ഇംഗ്ലീഷ് കൂട്ടി വായിക്കാൻ, അറ്റ്ലീസ്റ്റ് CBSEയിലുള്ളവർക്ക് പിന്നെയും ഇംഗ്ലീഷ് ലാംഗ്വേജ് വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ഇംഗ്ലീഷ് ശരി തപ്പിത്തടഞ്ഞ് വായിക്കുന്ന ഒരു കുട്ടി ഇപ്പൊ 10th എക്സാം എഴുതിയിരിക്കുക. അങ്ങനെ ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ബേസ് ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു. ആ കുട്ടിക്ക് ബേസ് നഷ്ടപ്പെടാനുണ്ടായിരുന്ന ഒരു പ്രധാന കാരണം കുട്ടിയുടെ മദർ തന്നെയാണ്. കാരണം ചെറിയ ക്ലാസ്സിൽ പഠിക്കാൻ ഇവര് പ്രൊമോട്ട് ചെയ്യുന്നില്ല. നീ പഠിക്കണ്ട, ഹോംവർക്ക് ഒന്നും ചെയ്യണ്ട, ആ ഒരു രീതിയായിരുന്നു. കുട്ടിക്ക് വീട്ടിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് കുട്ടിയുടെ ഫാദറിന് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് കോവിഡ് സമയത്ത് കുട്ടി 5th or 6th ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ ഒരു ടൈമില് പഠിക്കാൻ അവർ ഒട്ടും പ്രൊമോട്ട് ചെയ്തിട്ടില്ലായിരുന്നു. എക്സാംസ് ഒക്കെ വരുമ്പോ കുട്ടി കോപ്പി അടിക്കുന്നതിനെ അവർ കണ്ടില്ല എന്ന് നടിച്ചു. അത് അപ്പൊ ഫാമിലി തന്നെയാണ്. അപ്പൊ നമുക്ക് ശരിക്കും ഫാമിലി എന്ന് പറയുന്നത് പ്രൈം ഫാക്ടർ തന്നെയാണ് ഒരു കുട്ടിയുടെ വളർച്ചയില്. അല്ലാണ്ട് ടീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ടീച്ചേഴ്സിനെ പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തൊട്ടും ശരിയായില്ല. ടീച്ചേഴ്സിനെ ബ്ലെയിം ചെയ്യുന്നതിന് മുമ്പ് ഫ്രം അവർ സൈഡ്, നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് ശ്രദ്ധിക്കണമായിരുന്നു. കാരണം ആ ഒരു സ്കൂളില് ബാക്കിയുള്ള കുട്ടികളെല്ലാം പഠിക്കുന്നു, ഒരു കുട്ടി പഠിക്കാത്തതിന് കാരണം ടീച്ചേഴ്സിനെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ലല്ലോ. ടീച്ചേഴ്സ് മാക്സിമം ട്രൈ ചെയ്തു. ഞാൻ മനസ്സിലാക്കിയത് അതായിരുന്നു, അവര് പിന്നെ അങ്ങ് ഉപേക്ഷിക്കുക ചെയ്തത്. അവർക്ക് പറ്റാതെയായി, ആ ഒരു ലെവലിലേക്ക് എത്തിയായിരുന്നു. പക്ഷെ ഇപ്പം മേ ബി 10th പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കണം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ കുട്ടിയുടെ അച്ഛന്റെ സിസ്റ്റർ ചേച്ചിയുണ്ട്. ചേച്ചി ട്യൂഷൻ എടുക്കുന്നത്. ചേച്ചി ഗൾഫിലായിരുന്നു. ഈ കുട്ടി 10th ആയ സമയത്തേക്ക് അവര് ഗൾഫിലെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. 10th അല്ല 9th ആയപ്പോഴേ വന്നു. അന്ന് തുടങ്ങി അവനെ പിടിച്ചിരുത്തി പഠിപ്പിക്കും. അങ്ങനെ അതിന്റെ റിസൾട്ട് എന്തായാലും അവന് കിട്ടുമായിരിക്കും എന്നാണ് ചേച്ചിയുടെ എന്റെയും പ്രതീക്ഷ. ചേച്ചി എന്നോട് ഷെയർ ചെയ്ത കുറെ കാര്യങ്ങളായിട്ട്. അപ്പൊ നമ്മൾ ശരിക്കും നമ്മുടെ മക്കളെ വീട്ടിൽ നോക്കണം. നല്ലൊരു സ്കൂളിൽ ഞാനാക്കി, ഹൈ ഫീസ് കൊടുത്തു, എല്ലാ ഫെസിലിറ്റി ഉണ്ട്, അതിലൊരു കാര്യമില്ല കേട്ടോ. എന്റെ 2 മക്കളും നമ്മുടെ ഒരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്, CBSE. അപ്പം ഞാൻ 2 പ്രാവശ്യം PTയിൽ ഉണ്ടായിരുന്നു. അപ്പൊ PTയിലുള്ള സമയത്ത് PTA മെമ്പേഴ്സും
അല്ലാതെയുള്ള PTയിലാന്ന് അറിയുമ്പോൾ മറ്റു പാരന്റ്സും ഇങ്ങനെ ഇംഗ്ലീഷിന്റെ കാര്യം എപ്പോഴും പറയും, ഇംഗ്ലീഷ് സംസാരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാനിത് എല്ലാ മീറ്റിങ്ങുകളിലും പറയും ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ ഇംഗ്ലീഷ് മാത്രമല്ല മലയാളം കൂടെ പറയാറുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. കുട്ടികളെ ഇംഗ്ലീഷിൽ സംസാരിക്കണം. അപ്പൊ ടീച്ചേഴ്സ് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ പാരന്റ്സിന്റെ അടുത്തുനിന്ന് റിക്വസ്റ്റ് വരും മലയാളത്തിൽ പറഞ്ഞു കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട്. അതൊരു പ്രശ്നം. പിന്നെ ഇത് ഫൈൻ വയ്ക്കാന്ന് വിചാരിച്ചാലും പിന്നെ അവർ പറയണത് ഞങ്ങൾ ഫൈൻ വെക്കാൻ നിങ്ങൾ പാരന്റ്സ് കൊടുത്തു വിടരുത്, അങ്ങനെ വരുമ്പോ അവര് ഫോഴ്സ്ഫുള്ളി ഇംഗ്ലീഷ് പറയുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മോണ്ടിസോറി ചെയ്ത 2017 ആ ഒരു സമയത്ത് എന്റെ മോള് അവള് 4ാം ക്ലാസ്സിലാണോ 5ാം ക്ലാസ് എന്തോ കഴിഞ്ഞ ഒരു സമയമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് മീഡിയം ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷ് അല്ലാതെ വേറൊരു ലാംഗ്വേജ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അത് ശരിക്കൊരു അവസരമായിരുന്നു കേട്ടോ. ഞാൻ മോളോട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവളും ചെറുതാണല്ലോ, അപ്പൊ അവളും തിരിച്ച് റെസ്പോണ്ട് ചെയ്തു ഇംഗ്ലീഷില്. അപ്പൊ അങ്ങനെ വന്നപ്പോ അവളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്തു. അപ്പൊ അവൾക്ക് ഏത് സ്കൂളിൽ പഠിച്ചാലും അവള് എന്തായാലും കമ്മ്യൂണിക്കേഷൻ കുഴപ്പമുണ്ടാവില്ലേ. പിന്നെ ഇത് ആക്സിഡന്റിന്റെ ഒരു പ്രശ്നമായിരുന്നു, ഇത്തിരി ഒരു ചെറിയ കൊഞ്ചല് പോലെ ഉണ്ടായിരുന്നു. അതിപ്പോ ഒരുവിധം മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മോനോടും ഞാൻ ഇതേ തന്നെ ചെയ്തു. പക്ഷെ അവൻ സംസാരിക്കില്ല, പക്ഷെ അവന് വൊക്കാബുലറി ഉണ്ട്. അവന്റെ അച്ഛനെ പോലെ തന്നെ നല്ല വൊക്കാബുലറി, എഴുതും, കഥകൾ എഴുതും. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് അതിങ്ങനെ എന്നോട് ഇങ്ങനെ PTയിലാന്ന് പറഞ്ഞപ്പോ അതിങ്ങനെ പറഞ്ഞു, അവിടെ ഇംഗ്ലീഷ് പറയുന്നില്ല, ഇംഗ്ലീഷ് പറയാൻ പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളും സംസാരിക്കണം കുട്ടിയുടെ അടുത്ത്. അതൊരു ഡോക്ടറാണ്, ഡോക്ടർക്ക് മോളോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മളും സംസാരിക്കണം. നമ്മൾ സ്കൂളിൽ നിന്ന് മുഴുവൻ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞു. നമ്മള് വീട്ടില് സംസാരിക്കണം. അപ്പൊ അതിന് ഭയങ്കര കാനഡയിൽ നിന്ന് എന്റെ റിലേറ്റീവ് വന്നു, നാണക്കേടായി പോയി അവർ ഇംഗ്ലീഷിൽ സംസാരിച്ചപ്പോ ഇവള് പൊട്ട ഇംഗ്ലീഷ് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞേ. ഞാൻ പറഞ്ഞു നമ്മളും ഇംഗ്ലീഷ് സംസാരിക്കണം. അപ്പോഴേ കുട്ടിക്ക്, കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ സംസാരിക്കാൻ. അപ്പൊ ശരിക്കും ഫാമിലി ആണൊരു പ്രൈം ഫാക്ടർ കുട്ടികളുടെ ഏത് ഏരിയയിലുള്ള ഡെവലപ്മെന്റിലും. മാനേഴ്സ് ആണെങ്കിലും ശരി, വാല്യൂസ് ആണെങ്കിലും ശരി, ലാംഗ്വേജ് ആണെങ്കിലും ശരി, കൾച്ചർ ആണെങ്കിലും ശരി, ഫാമിലി പ്രൈം ഫാക്ടർ തന്നെയാണ്. സ്കൂളിൽ നിന്നെല്ലാം കിട്ടുന്നു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമ്മളെപ്പോഴുള്ള ടീച്ചേഴ്സ് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് ഡിഫറൻസ്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല, നമുക്ക് ഡിഫറൻസസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ആസ് എ പാരന്റും നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മാം, ഒരു ചെറിയൊരു സജഷൻ അറിയാനായിരുന്നു മാം. പൊതുവെ ഇങ്ങനെ CBSE സ്കൂളാണോ ഗവൺമെന്റ് സ്കൂളാണോ കുട്ടികൾക്ക് ബെറ്റർ എന്നൊരു ഡിബേറ്റ് എപ്പോഴും എല്ലാവരുടെ ഇടയിലുണ്ട്. മാമിന്റെ ഒപ്പീനിയൻ അറിയാനാണ്. ഞാൻ പ്രസിദ്ധ ഞാനത് പറയുവാണെങ്കിൽ, എന്റെ കാലഘട്ടത്തിൽ ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്, മലയാളം മീഡിയം ആയിരുന്നു. സോ ശരിക്കും എനിക്ക് കേന്ദ്രീയ വിദ്യാലയയിൽ അഡ്മിഷൻ കിട്ടിയാണ്, കാരണം എന്റെ അച്ഛൻ സെൻട്രൽ ഗവൺമെന്റിലായിരുന്നു. പക്ഷെ അത് എനിക്ക് ഭയങ്കര വേദന ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ എന്റെ ബുദ്ധിമുട്ട് അറിയുന്നത് പ്രീഡിഗ്രിക്ക് ചെല്ലുമ്പോഴാണ്. പ്രീഡിഗ്രിക്ക് ചെന്നിട്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാത്സ് എനിക്ക് ടഫ് ആവാൻ കാരണം ലാംഗ്വേജ് ആയിരുന്നു. കാരണം മലയാളത്തിൽ പഠിച്ച മാത്സിന്റെ ടേം മുഴുവനും ഞാനിത്. അത് കഴിഞ്ഞപ്പോ ഇപ്പം ഗവൺമെന്റ് സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം ആയി അല്ലെ. ഈ ഗവൺമെന്റ് സ്കൂളാണോ CBSE സ്കൂളാണോ എന്നുള്ളതിന്റെ ഇത് കോമ്പറ്റേറ്റീവ് എക്സാം വരുമ്പോ CBSE സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് മുന്നിലേക്ക് വരാറ്. ഗവൺമെന്റ് സ്കൂളില് അത് നമ്മളുടെ കാലഘട്ടത്തിൽ അത്രയും കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി എഞ്ചിനീയറിങ്ങിന്, അത് എന്നെ ഹെൽപ്പ് ചെയ്തു ആ ഒരു എക്സാം എഴുതാൻ. അല്ലാതെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചത് എന്നെ എൻട്രൻസ് എക്സാം എഴുതാൻ ഹെൽപ്പ് ചെയ്തിട്ടില്ല, അതിന് പഠിച്ച കാര്യങ്ങളൊന്നും. കാരണം ഞാൻ കോച്ചിങ്ങിന് പോയപ്പോഴാണ് കറക്റ്റ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എൻട്രൻസിന് വരുന്ന രീതി പഠിച്ചത്. അതേസമയം 10th CBSE അവര് പഠിക്കുന്ന പല കാര്യങ്ങളുമാണ് ഈ എൻട്രൻസ് എക്സാമിന് വന്നത്. ഇപ്പൊ സിലബസ് ഒക്കെ മാറ്റി സ്റ്റേറ്റിന്റെ +2, +1, +2, CBSEയുടെ +2 രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ പഠിപ്പിക്കുന്ന രീതി ഡിഫറെന്റ് ആണ്. കാരണം പറയാൻ, മോള് CBSEക്ക് ബോർഡിങ്ങിലാണ് നിന്നത്. അവിടെ 10th വരെ സ്റ്റേറ്റിൽ പഠിച്ച 2 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചു ഇവര് സ്ട്രഗിൾ ചെയ്യില്ലേന്ന്. അപ്പൊ അവള് പറയാ അവർ അത്രയും സ്ട്രഗിൾ ചെയ്തു, കാരണം ഇതിന്റെ ഒപ്പം ഒന്ന് എത്താൻ വേണ്ടിയിട്ട്. വളരെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടികൾ. ഇവർക്ക് പക്ഷെ ഈസി ആയിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ്.
അതുപോലെ CBSE 7th ക്ലാസ് ആകുമ്പോഴേക്കും എല്ലാവരും സ്റ്റേറ്റിലേക്ക് മാറ്റും മാർക്ക് കിട്ടാൻ വേണ്ടി. വളരെ പ്ലാൻ ചെയ്ത് ആലോചിച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മാറ്റുമ്പോൾ നമ്മൾ കുട്ടികളുടെ പുറകെ തന്നെ ആയിരിക്കണം. കാരണം ഇവര് പാക്ഡ് ആയില്ലെങ്കിൽ പെട്ടെന്ന് കിട്ടിയ ഫ്രീഡം അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അവിടെ ചെല്ലുമ്പോൾ അങ്ങ് റിലാക്സ്ഡ് ആയി കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല. അങ്ങനെ കുറെ പേർക്ക് പ്രശ്നം പറ്റിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. പാരന്റ്സ് നമ്മളവർക്ക് വായനാശീലം അവിടെ നിന്നേ ഡെവലപ്പ് ചെയ്യിക്കണം. ആദ്യം തുടങ്ങി വേണം. എന്നിട്ട് ബുക്സ് നിറയെ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. കാരണം അവർക്ക് എക്സ്ട്രാ വേണം. കാരണം നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് കോമ്പറ്റീഷൻ ആ. പെർസെന്റേജിലും കണ്ട മാർക്ക് ചെറിയ ചെറിയ പോയിന്റിലെ ഡിഫറൻസ് വരുന്നത്. അങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് CBSEക്കാളും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുട്ടികൾ വലുതായി നമ്മൾ മാരേജ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾ ഉണ്ടായപ്പോ എനിക്ക് CBSEയിൽ തന്നെ പഠിപ്പിക്കണം എന്ന് തോന്നാൻ കാരണം എന്റെ കൂടെ എഞ്ചിനീയറിംഗിന് പഠിച്ചവരും എൻട്രൻസ് കോച്ചിങ്ങിന് പഠിച്ചവരെല്ലാവരും CBSE സ്കൂളിൽ നിന്നായിരുന്നു വന്നത്. അവരുടെ സ്റ്റാൻഡേർഡ് അത് ഭയങ്കരമായിരുന്നു. അവർക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അവർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നു. നമ്മൾ കുറെ നേരം ആലോചിക്കണമായിരുന്നു. യെസ് മാം, നമുക്ക് അതൊന്നും പഠിപ്പിക്കുന്നില്ല മാം. നമുക്ക് ട്രിക്സുകളൊന്നും പഠിപ്പിക്കുന്നില്ല. സത്യത്തില് കുറെ തിയറിയാണ് പഠിപ്പിക്കുന്നത്. ഷോർട്ട് കട്ട്സേ നമ്മൾ പഠിക്കുന്നില്ല. അതാണ് അതിന്റെ അവർക്കൊരു പ്രോബ്ലം വരുമ്പോൾ അത് സോൾവ് ചെയ്യാൻ അറിയാം. നമ്മൾ അത്രയും ലെവലിൽ പഠിച്ചിട്ടില്ല. അതായിരുന്നു ഞാൻ കണ്ട ഒരു പ്രോബ്ലം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഞാൻ അത് പറയുവാണ് കേട്ടോ. പിന്നെ ഇപ്പം ഗവൺമെന്റ് സ്കൂളുകളിൽ ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. സിസ്റ്റം ഒന്ന് മാറ്റിയാൽ മതി. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഒരു മാറ്റം വന്നാൽ മതി. പിന്നെ ആപ്ലിക്കേഷൻ ലെവലിലാന്ന് തോന്നുന്നു ഗവൺമെന്റ് സ്കൂളിൽ പലതും. അതായത് മലയാളമൊക്കെ ആശയം വിശദമാക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ലാംഗ്വേജ് നല്ല ഇതുണ്ടെന്നൊക്കെയാണ് എല്ലാരും പറയുന്നത്. പക്ഷെ CBSEയിലും ഫോളോ ചെയ്യുന്നത് സ്റ്റേറ്റിന്റെ മലയാളം ബുക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും കാര്യങ്ങളില്ലെങ്കിൽ പോലും ഈ ഒരു ഡിഫറൻസ്, ലാംഗ്വേജിന്റെ ഒരു ഡിഫറൻസ് ഞാൻ ശരിക്കും കണ്ടു. പിന്നെ മാത്സ് ഒക്കെ വരുമ്പോൾ ചെയ്യാനായിട്ട് കുട്ടികൾ ഭയങ്കര അവർക്ക് ആ ഒരു പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് പെട്ടെന്ന് കിട്ടും. കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോഴുള്ള ഒരു കാര്യം അതാണ്. ശരിക്കും കണ്ടിട്ടുള്ളത് അതാണ്. ഇവര് എഞ്ചിനീയറിംഗിലൊക്കെ CBSEയിലെ കുട്ടികളായിരിക്കും മുന്നിൽ നിൽക്കുക. ഫിസിക്സ് മാത്സ് ഒക്കെ ഭയങ്കര പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവര് നല്ല മുന്നിലായിരിക്കും. നമുക്ക് അറിയായിരിക്കും കൺസെപ്റ്റ്, പക്ഷെ നമ്മൾ ടൈം എടുക്കും നമ്മൾ അതിലേക്ക് എത്താൻ. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഇവര് 9th 10th ആ സെയിം പാറ്റേണിലാണ് ഇവര് ചെയ്യുന്നത്. കരിയർ കയ്യിൽ നിന്ന് ലൂസായി പോകില്ലേ മാം? കരിയർ അതാണ്ടാവുക അവസാനം. നമുക്ക് വിചാരിച്ച കരിയറിൽ എത്തിപ്പെടണമെങ്കിൽ ഡെഫിനറ്റ്ലി CBSE തന്നെയാണ് നമുക്ക് സപ്പോർട്ടീവായിട്ട് വരിക എന്ന് തോന്നാറുണ്ട് പലപ്പോഴും. പിന്നെ നല്ല ഹൈ സ്റ്റാൻഡേർഡിലുള്ള സ്റ്റേറ്റ് സ്കൂളുകളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇത് ഞാൻ ഒന്നും കൂടി ഇങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവർക്ക് ഇങ്ങനെ CBSE എന്ന് പറയുമ്പോൾ എന്തോ ഭയങ്കര ഒരു ദേഷ്യം പോലെയായിരുന്നു. അങ്ങനെ അവരുടെ 2 പെൺകുട്ടികളെ കോഴിക്കോടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഗവൺമെന്റ് സ്കൂൾ, അത് CBSE സ്കൂളിനേക്കാളും ഫീസ് ഒക്കെ ഉള്ള ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് ചേർത്തത്. ഇപ്പൊ മൂത്ത കുട്ടി 10th ക്ലാസ്സിലാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, മോളെ ഇങ്ങനെ ബോർഡിങ്ങിൽ ചേർത്തപ്പോ അവിടെ ബ്രില്യന്റിന്റെ എൻട്രൻസ് എക്സാമും കൂടി എൻട്രൻസ് കോച്ചിങ്ങും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു സ്കൂളിൽ ചേർക്കണം. അതായത് 10th സ്റ്റേറ്റ് വരെയും പഠിച്ചിട്ട് നേരെ CBSEയിലേക്ക് പോകാനായിട്ട്. അപ്പോഴേക്കും ആളൊന്നും താന്നു. അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്നുള്ളത്. നമ്മുടെ കുട്ടിയുടെ പൊട്ടൻഷ്യൽ, കുട്ടി സ്ട്രഗിൾ ചെയ്യേണ്ടവരെന്നുള്ളത് ഞാൻ തുറന്നു പറഞ്ഞു. അത് അങ്ങനെ ഒരു ചിന്ത അവര് നേരത്തെ ചിന്തിച്ചിരുന്നെങ്കിൽ ആദ്യമേ അവർക്ക് CBSE ചേർക്കാമായിരുന്നു. കാരണം ഹൈ ഫീസ് ഗവൺമെന്റ് സ്കൂളിൽ കൊടുത്താണ്, ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് എയ്ഡഡ് സ്കൂളിൽ കൊടുത്താണ് അവര് കോട്ടൺ ഹില്ലോ എന്തൊരു സ്കൂളില്ലേ കോഴിക്കോട്, അങ്ങനെ ആ സ്കൂളിലാണ് 2 പെൺകുട്ടികളും ചേർന്നത്. പക്ഷെ 10th കഴിഞ്ഞ് +1 +2 CBSEയിലേക്ക് മാറ്റാനായിട്ട് അവർ പ്ലാൻ ചെയ്തു. സിലബസ് സെയിം തന്നെയാണ്, പക്ഷെ പഠിപ്പിക്കുന്ന രീതി, കണ്ടന്റ് സെയിം ആണെങ്കിലും ആ ഒരു രീതി ഡിഫറെന്റ് ആണെന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. ടഫായിരിക്കും, ഭയങ്കര സ്ട്രഗിൾ ചെയ്യേണ്ടവരും, അല്ലെങ്കിൽ അതുപോലെ പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളായിരിക്കും. അങ്ങനെ ഒരു ചിന്ത അവരിങ്ങനെ പറയണ്ടായിരുന്നു. അവർക്ക് അങ്ങനെ ചെയ്യണം. കാരണം ഈ എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം ടൈപ്പ് ചെയ്തിരിക്കുന്നത് CBSE സ്കൂളുമായിട്ടാണ്. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു രീതി. പിന്നെ നമ്മുടെ കരിയറിന്റെ കാര്യം, അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. നമുക്ക് കരിയർ കൗൺസിലിംഗ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ. ശരിക്കും അത് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മളൊരു കരിയർ ചൂസ് ചെയ്യാന്നുള്ളത്. 10th നല്ല സ്കോർ കുട്ടികൾ വാങ്ങും. നല്ല ട്യൂഷനൊക്കെ കൊടുക്കുമ്പോൾ മാത്സ് വലിയ ഐഡിയ ഇല്ലാത്തവർ പോലും മാത്സ് ഒക്കെ പഠിച്ച് അങ്ങ് മാത്സിന്റെ നല്ല മാർക്ക് വാങ്ങും. കുട്ടികള് മാത്സിന് നല്ല സ്കോർ
കാണുമ്പോൾ പാരന്റ്സ് പൊതുവെ ബയോമാത്സിലേക്കോ കമ്പ്യൂട്ടർ സയൻസിലേക്കോ വിടും. ആക്ച്വലി മാത്സിൽ വലിയ ഐഡിയ ഇല്ലാത്ത ഒരാളായിരിക്കും ട്യൂഷൻസ് ഒക്കെ കൊണ്ട് മാത്സ് നല്ല മാർക്ക് വാങ്ങിയത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ WHO അംഗീകരിച്ചിട്ടുള്ള 9 ഇന്റലിജൻസ് ഉണ്ട് മനുഷ്യർക്ക്, 9 ഏരിയയിലെ ഇന്റലിജൻസ്. ഇത് നമ്മൾ സയന്റിഫിക് ആയിട്ട് അസസ് ചെയ്യണം. ആ ഇന്റലിജൻസും അതിനോട് ചേർത്ത് ലൈഫ് സ്കില്ലും ഉണ്ട്. അസസ് ചെയ്തിട്ട് വേണം നമ്മളൊരു കുട്ടിയെ ഏത് കരിയറാണ് അവന് സ്യൂട്ട് ആകുക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് കുട്ടികളെ 8ാം ക്ലാസ്സിലാകുമ്പോൾ തുടങ്ങി നമുക്ക് ചെയ്യാം ആ ഒരു അസസ്മെന്റ്. ആ സമയത്തെ കുട്ടിക്ക് പേഴ്സണലി എനിക്ക് ഇതൊക്കെയാണ് എന്റെ കഴിവുകൾ എന്ന് പറഞ്ഞ് ആ അസസ്മെന്റിൽ പങ്കെടുക്കാൻ പറ്റുമോ? പാരന്റ്സിനെയും കൂടെ ചേർത്തിട്ട് ചെയ്യണം. പാരന്റ്സ് കുട്ടികളിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ അസസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. നമ്മൾ ആസ് എ ടീച്ചർ അപ്പൊ ഈ 9 ഇന്റലിജൻസും ചിലതൊക്കെ നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അതേസമയം നമുക്ക് ഇൻബോൺ ആയിട്ട് ടാലന്റ് എന്ന് നമ്മൾ പറയുമല്ലോ, നമ്മളുടെ അതൊക്കെ നമുക്ക് ഇൻബോൺ ആയിട്ട് കിട്ടുന്നത്, അത് നമുക്ക് ഇല്ലാത്ത ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പാടാം. പ്രത്യേകിച്ച് പാട്ട് പാടുന്നത്, മ്യൂസിക്കൽ ഇന്റലിജൻസ്, അതൊരു ടാലന്റ് ആണല്ലേ. അത് എല്ലാവരിലും വലിയ സ്കില്ലല്ല, അതൊരു ടാലന്റ് ആണ്. അത് ഉള്ള ഒരാൾക്കേ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. ഇല്ലാത്ത ഒരാള് പാട്ടൊട്ടും പാടാൻ പറ്റാത്ത ഒരാളെ കൊണ്ടുപോയി പാട്ട് പഠിക്കുന്ന വല്ല കോഴ്സിന് ചേർത്തിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ നമ്മൾക്ക് ആളുകളുടെ ആ ഒരു ഇന്റലിജൻസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അവർക്ക് ഏത് കരിയറാണ് അവർക്ക് സൂട്ട് ആവുക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അത് നല്ലൊരു സർവീസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അങ്ങനെ ഈ നമ്മൾ ആസ് എ ടീച്ചർമാർക്ക് വേണ്ടുന്ന ഒരു ഇന്റലിജൻസ് ആണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. അതായത് ആളുകളുമായിട്ട് ഇടപഴകാനുള്ള ഒരു കഴിവ്. നമ്മള് 30ഓളം കുട്ടികൾ ആ ക്ലാസ്സിലുള്ളതെന്ന് വിചാരിക്കുക. 30 പേരും 30 തരമാണ്. നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ സൈക്കോളജി യുണീക്കാണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ഒറ്റയ്ക്ക് അവരുടെ സ്വഭാവം വേറെ ആയിരിക്കും, ഗ്രൂപ്പിലാവുമ്പോൾ വേറെ ആയിരിക്കും. അത് മനസ്സിലാക്കി ഒരു പ്രോബ്ലം വരുമ്പോൾ സോൾവ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റണം. അതിന് പറ്റുന്നതാണ് ഇന്റർപേഴ്സണൽ സ്കിൽ. ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കുട്ടികളുടെ പാരന്റ്സ്, മറ്റു ടീച്ചേഴ്സ്, അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സ്കില്ല്, ആ ഒരു ഇന്റലിജൻസ് നമുക്ക് ഉണ്ടാകണം, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ടീച്ചർക്ക്. അഥവാ അതില്ലെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇന്റലിജൻസ് ആണ് അത്. പിന്നെ വേണ്ടത് നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല ലാംഗ്വേജ് വേണം, വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. അതും ഇല്ലെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കൂടുതൽ വായിക്കാം, കൂടുതൽ എഴുതി നോക്കാം, എഴുതി വെക്കാം, ജേർണൽസ് എഴുതാം, ഡയറി എഴുതാം, വായിച്ചു നോക്കാം. അങ്ങനെയൊക്കെ നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവല് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾക്കും എനിക്കും ഒക്കെ വേണ്ടതാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസും വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നല്ലൊരു ടീച്ചർ ആകാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ചിലര് ഒരു ജോലിക്ക് വേണ്ടി ചിലപ്പോൾ ടീച്ചർ ആയിട്ടുണ്ടാവുമായിരിക്കും, ക്യാഷ് ഒക്കെ കൊടുത്ത് ടീച്ചർ ജോലി നേടിയിട്ടുള്ളവരുണ്ടായിരിക്കും. ചിലര് പാഷൻ കൊണ്ട് ആകുന്നവര് തന്നെയാണ്, അത് ആ ഇന്റലിജൻസ് ഉള്ളവരാണ്. ആ പാഷൻ, നമ്മുടെ പാഷനിൽ തന്നെ നമ്മൾ നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ കരിയർ കണ്ടെത്തുക ഉള്ളതാണ് ഈ ഒരു ഇന്റലിജൻസിലൂടെ നമ്മൾ ചെയ്യുന്നത്. പാഷൻ നമുക്ക് പലതും ഉണ്ടാവും അല്ലേ. ബുക്സ് കളക്ട് ചെയ്യുന്ന ഒരു പാഷനായിരിക്കും, സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ഒരു പാഷനായിരിക്കും, കുക്കിംഗ് ഒരു പാഷനായിരിക്കും. പക്ഷെ നമ്മളുടെ കരിയറിലേക്ക് കൊണ്ടുപോകുന്ന പാഷനാണ് നമ്മുടെ സ്ട്രോങ് പാഷൻ. അത് ഏതാണെന്ന് മനസ്സിലാക്കി വേണം ആ ഒരു കരിയർ സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കോഴ്സിന് നമ്മൾ പോകാനായിട്ട്. ഈ കോഴ്സിന് ജോയിൻ ചെയ്ത ചിലർ എന്നോട് പറഞ്ഞു, ഒരു 40 വയസ്സൊക്കെ അടുത്തെത്തിയവരാണ്. അവർ പറഞ്ഞു എനിക്കൊരു വരുമാനം വേണം, ഒരു ജോലി വേണം. അപ്പൊ എളുപ്പ വഴിയിൽ അത് കിട്ടുക, അതൊരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഇതിൽ വന്നത്. വന്നു കഴിഞ്ഞപ്പോഴാണ്, കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. അത് അവരുടെ പാഷനായി കഴിഞ്ഞു. മറ്റേതൊരു വരുമാന മാർഗം എന്ന് മാത്രം, കാരണം അത്രയും അവസ്ഥ അതായതുകൊണ്ടായിരിക്കാം വേറൊരു ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഇല്ല. അപ്പൊ അങ്ങനെ ഓടി വന്ന് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ അവിടെ ആളുടെ വെർബൽ ലിംഗ്വിസ്റ്റിക് ആ ഇന്റലിജൻസ് എല്ലാം ഡെവലപ്പ് ആകുന്നു, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഡെവലപ്പ് ആകുന്നു. അങ്ങനെ എപ്പോഴേക്കും അത് കറക്റ്റ് പാഷനായി, അത് പാഷനിലേക്ക് മീറ്റ് ചെയ്തു, ഒരു ജോബ് കിട്ടുകയും ചെയ്തു, വളരെ സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്തു. അതൊക്കെയാണ് ഇതിലൊരു കാര്യം വരുന്നത്. അപ്പൊ നമ്മൾ കരിയർ ചൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കരിയർ ആണെങ്കിൽ നമുക്ക് എത്ര മണിക്കൂർ വർക്ക് ചെയ്യാനും നമ്മൾ പ്രൊഡക്റ്റീവ് ആകും. അതേസമയം നമ്മൾ ഇഷ്ടമില്ലാതെ കയറിയിരിക്കുവാണെങ്കിൽ
നമ്മൾ സ്ട്രഗിൾ ചെയ്യുമായിരിക്കും അവിടെ. നമുക്ക് എപ്പോഴും ടയേർഡ്നെസ് ആയിരിക്കും, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരും. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ആ ഒരു ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് മനസ്സിന് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ ടയേർഡ് ആകുന്നില്ല. എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും നമുക്ക് അത് ക്ലാസ് എടുത്ത് പോകാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഞാനത് സ്റ്റേറ്റ് സ്കൂള് നല്ലതല്ല എന്ന് പറയുന്നില്ല, CBSE ആണ് ബെറ്റർ എന്നും അല്ല പറയുന്നത്. സ്റ്റേറ്റിലെ രീതികൾ കുറച്ചുകൂടെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. മാം, എന്റെ ചേട്ടന്റെ മോൾക്കൊരു കരിയർ ഗൈഡൻസ്, അതിന് ഞാൻ എന്താണ് മാം ചെയ്യേണ്ടത്? മാമിന്റെ ഒരു സജഷൻ കിട്ടാം. ഏത് ക്ലാസ്സിലോ? മോള് +2 ആണ് മാം. അവള് ബയോമാത്സ് തന്നെയാണ്, അല്ല സോറി, കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളുടെ ക്രേസ് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമായിട്ട് ഇങ്ങനെ JEE അങ്ങനത്തെ ഇതൊക്കെ എഴുതാനായിട്ട് അവള് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എക്സാം ഇപ്പൊ കഴിയാറായി, +2. മോള് ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യുമല്ലേ? അത് തന്നെയാണ് മാം നമുക്കൊരു ഡൗട്ട് വരുന്നത്. ആള് വളരെ മെലിഞ്ഞിട്ട് ഒരു പ്രകൃതിയുള്ള ഒരാളാണ്. അപ്പൊ ആൾക്ക് മെക്കാനിക്കൽ ആ ഒരു സ്കില്ല് ഉണ്ടോന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവള് പറയണു അവൾക്ക് അതാണ് ഇഷ്ടം എന്ന്. അപ്പൊ അത് സൂട്ട് ആവോ സെറ്റ് ആവോന്ന് അറിയാത്തതാണ് ഇപ്പൊ. അവൾക്ക് പെൺകുട്ടിയായതുകൊണ്ടാണോ മെക്കാനിക്കൽ എന്ന പ്രശ്നമാണെന്ന് തോന്നുന്നത്? എനിക്ക് പേഴ്സണലി തോന്നുന്നു മാം, ഇനി ഫ്യൂച്ചറിൽ ഒരു ജോബ് സെലക്ട് ചെയ്യുമ്പോഴൊക്കെ ഇത് സൂട്ട് ആവോ, എത്രത്തോളം പെർഫോം ചെയ്യുന്നൊന്നും. ഇത് പറഞ്ഞപ്പോഴാ പ്രസ്തോർക്കുന്ന ഹസ്ബൻഡിന്റെ കസിൻ ഉണ്ടായിരുന്നു, കൊച്ചിന്റെ മോള്. ആ കുട്ടി ICSE സിലബസ് ആയിരുന്നു. അതിന് നാഷണൽ ലെവലില് 3rd റാങ്ക് എന്തോ ആയിരുന്നു കേട്ടോ ICSE. ഈ കുട്ടിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആവണമെന്നായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ, ഈ പറഞ്ഞ ഡൗട്ട്സ് അന്ന് എല്ലാവർക്കും തോന്നി. അങ്ങനെ ഈ കുട്ടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്, അത് മറ്റേ പാമ്പാടി കോട്ടയത്തിനടുത്തുള്ള ആ ഒരു കോളേജിലാണ് BTech മെക്കാനിക്കൽ ചെയ്തത്. അവിടെ നിന്ന് 1st റാങ്ക് ഹോൾഡർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗേറ്റ് എഴുതി ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ് കിട്ടിയത്, 5 വർഷത്തെ MTech + PhD. അത് IIT-യിലായിരുന്നു, ചെന്നൈ. അതും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ആളിപ്പോ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണം. അപ്പൊ മെക്കാനിക്കൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മെക്കാനിക്കൽ ശരീരം ഇതാകുന്ന രീതിയിലുള്ള ജോബ് തന്നെ ആവണമെന്നില്ല. ഡിസൈനിങ് ഒക്കെ വരാം, സോഫ്റ്റ്വെയർ സെഷനിൽ ഡിസൈനിങ് ഒക്കെ വരാം. അപ്പൊ കുട്ടി എന്നിട്ട് ഫ്രാൻസിലൊക്കെ പോവുക ചെയ്യും. അപ്പൊ ആ ഒരു ഡിസിഷൻ അന്ന് എടുത്തപ്പോ എല്ലാവരും ഈ പെൺകുട്ടിയായിട്ട് മെക്കാനിക്കിന് പോകുന്നു എന്നൊരു തോന്നുന്നു. അതൊന്ന് മെലിഞ്ഞിട്ടിരിക്കുവായിരുന്നു അമ്മച്ച്. അത് BTech-ന് 1st റാങ്ക് ഹോൾഡർ ആയിരുന്നു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ പഠിച്ചു. പിന്നെ IIT-യിൽ കിട്ടി ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം MTech + PhD. മോള് സെൽഫ് പ്രിപ്പറേഷൻ ഒക്കെയാണ് മാം എഞ്ചിനീയറിംഗിന്. അപ്പൊ എത്രത്തോളം ഇനിയിപ്പോ അത് ഞാൻ വേണമെങ്കിൽ അസസ്മെന്റ് എടുത്താം, ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് നോക്കിയിട്ട് അസസ്മെന്റ് എടുത്താം. ഓൾറെഡി ആള് പാഷനിൽ തന്നെയാണ്. ഒന്നുകൂടെ അസസ്മെന്റ് നടത്തിയിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കി വേണമെങ്കിൽ പറയാം. അതെവിടെയാ മാഡം അതങ്ങനെ ചെയ്യുന്ന സ്ഥലം? നമ്മുടെ മക്കളെ കൊണ്ട് ചെയ്യുന്ന സ്ഥലല്ലേ? എനിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അടുത്താണെങ്കിൽ വീട്ടിൽ വരാം, അല്ലെങ്കിൽ ഓൺലൈനിൽ ചെയ്തു തരാം. ഓൺലൈൻ ചെയ്യും, വീഡിയോ കോൾ ചെയ്തിട്ട്. ഓൺലൈൻ ഞങ്ങൾ എങ്ങനെയാണ് മാം ഫീസ് ഒക്കെ? എന്തോ ഫീസ്? അത് ഞാനിപ്പോ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ഞാൻ ഫ്രീ ആയിട്ടാ ചെയ്യുന്നത്. താങ്ക് യു മാഡം. രക്ഷപ്പെട്ട്. ഞങ്ങളുടെയൊക്കെ ചെയ്യാൻ പറ്റുമോ മാഡം? തീർച്ചയായിട്ടും ചെയ്യാലോ. എന്താ അറിയോ, ഞങ്ങളൊക്കെ കുഞ്ഞുനാളില് ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു, എവിടെ എത്തിയില്ല എന്നുള്ളത്. ഇപ്പോഴാണ് ഞങ്ങള് എന്തെങ്കിലും ആയിത്തീരാനായിട്ട് ഇപ്പോഴാ ശ്രമിച്ചുകൊണ്ടിരിക്കണത്. ആരും നമുക്കൊരു എങ്ങനെ പോണെന്ന് റൂട്ട് പറയാൻ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. പഠിക്കാൻ പോവുക, പഠിപ്പിക്കുക, പാരന്റ്സ് പറയണ കേട്ട് ജീവിക്കണ ആ ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ. ഇപ്പോഴത്തെ കാലഘട്ടം മാറി. എന്താ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ അവരവരുടെ കരിയർ തന്നെത്താനെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. മറ്റേത് എന്ത് പറഞ്ഞാലും പാരന്റ്സ് അല്ലേ എല്ലാം തീരുമാനിക്കണത്. ഇപ്പൊ അത് മാറി. അതുപോലെ തന്നെ മാഡം പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്റ്റേറ്റിൽ പഠിച്ചതാണ്. നല്ലോണം പഠിക്കണ ഒരു കുട്ടിയായിരുന്നു, നല്ല മാർക്ക്. എന്നിട്ട് എന്നെ 5ാം ക്ലാസ് ആയപ്പോഴത്തേക്കും കൊണ്ടുപോയിട്ട് ഇംഗ്ലീഷ് മീഡിയം ആക്കി മാഡം. അപ്പൊ എനിക്ക് അങ്ങോട്ട് മലയാളം പെട്ടെന്ന് പഠിച്ചിട്ട് പിന്നെ അവിടെ ചെന്ന് ഇംഗ്ലീഷ് ആക്കിയപ്പോഴത്തേക്കും സ്റ്റേറ്റിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം ആക്കി. എനിക്ക് ഒന്നും അങ്ങോട്ട് ഇതാവണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ സങ്കടമാണ് ഇപ്പോഴും, എനിക്കത് ഓർക്കുമ്പോൾ സങ്കടം വേണം. മര്യാദക്ക് ആ മലയാളം വരുന്നെങ്കിൽ എവിടെയെങ്കിലും എത്തിയേനെ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതല്ല, പിന്നീട് +1 +2 നമ്മൾ ഇംഗ്ലീഷ് ആവും. പക്ഷെ നമ്മൾ ആ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ, മാഡം പറഞ്ഞില്ലേ ഇങ്ങനെ എന്തോന്ന്, നമ്മൾ ആ കൈയോടെ ആ പിടുത്തം വേണമായിരുന്നു. പാരന്റ്സ് ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു, എങ്ങനെ പഠിക്കാനായിട്ട് അവർ സപ്പോർട്ട് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ട്യൂഷനെങ്കിലും വെക്കണമായിരുന്നു.
ഇത് അവര് ടീച്ചർമാര് നോക്കിക്കോളും എന്നുള്ളതിൽ കൊണ്ടുപോയിട്ട് ആക്കിയിട്ട് 5ഉം 6ഉം കൊണ്ടുപോയിട്ട് ഇംഗ്ലീഷ് മീഡിയം. പിന്നെ 7ാം ക്ലാസ് ആയപ്പോ എനിക്ക് ഒട്ടും പറ്റില്ലാന്നുണ്ട്. അപ്പൊ പിന്നെയും മലയാളം മീഡിയം ആക്കി. പിന്നെ മലയാളം മീഡിയം അങ്ങോട്ട്, എന്നിട്ട് പിന്നെ ഇംഗ്ലീഷും ഇല്ല മലയാളം ഇല്ലാണ്ട് എന്താ പറയണ, ആ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റേ പോയിട്ട് നമ്മള് പിന്നെ എങ്ങനെയോ SLC ജയിച്ച പോലെ ആയിപ്പോയി ഞാൻ. അങ്ങനെ ഒരു അവസ്ഥ. ഇപ്പൊ മാഡം ഇങ്ങനെ സ്റ്റേറ്റിന് നമ്മള് പാരന്റ്സ് എടുക്കുന്ന തീരുമാനം കറക്റ്റ് അല്ലെങ്കിൽ കുട്ടികളുടെ ജീവിതം കട്ടപ്പോകും. അപ്പൊ എന്തായാലും മഞ്ജുവിന്റെ ഫാമിലിയുടെ കാര്യത്തില് കറക്റ്റ് ഡിസിഷൻ എടുത്തിരുന്നോ? അതെ അതെ, മക്കളുടെ കാര്യത്തിൽ അവരുടെ ഇഷ്ടങ്ങളും എല്ലാം നമ്മളിപ്പോ നോക്കി. ഞാനങ്ങനെ ഇപ്പൊ അവർ സ്റ്റേറ്റാ പഠിക്കണം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കണ്ടിട്ട് നമ്മള് ഇപ്പൊ കുറെ പേര് ചെയ്യുന്നുണ്ട്. ആദ്യം കൊണ്ട് CBSE, അത് കഴിഞ്ഞ് പിന്നെ ഒരു 7ാം ക്ലാസ് ആകുമ്പോ കൊണ്ട് അവരെ കൊണ്ട് സ്റ്റേറ്റിലാക്കുക പിള്ളേരെ. അപ്പൊ അവർക്ക് അത് അങ്ങോട്ട് ക്യാച്ചപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ അങ്ങനെയൊക്കെ കേൾക്കണമെങ്കിൽ ചെയ്യണ്ടാന്ന് തന്നെ പറയുള്ളൂ. എന്നിട്ടും കൂടി കേൾക്കാണ്ട് എന്റെ ചേച്ചി കൊണ്ട് ഇതുപോലെ തന്നെ പാവം CBSE പഠിച്ച കൊച്ചുങ്ങളെ കൊണ്ടുപോയിട്ട് സ്റ്റേറ്റിലാക്കി. എന്നിട്ട് ആ പിള്ളേർക്ക് അത് ക്യാച്ചപ്പ് ചെയ്ത് പോകാൻ പറ്റണില്ല. മനസ്സിലായോ? ആ പിള്ളേരുടെ ടെൻഷൻ പാരന്റ്സ് മനസ്സിലാക്കണ്ടേ. അവര് ആ ക്യാഷിന്റെ ഒന്നും ഓർത്തിട്ടല്ല, എന്താണ് സ്റ്റേറ്റ് ആകുമ്പോഴല്ലേ പിന്നെ ഹയർ സ്റ്റഡീസിന് ഇത് നല്ലതെന്ന് പറഞ്ഞാൽ അവര് ആ സമയത്ത് എന്നാ പിന്നെ ആദ്യമേ അത് അങ്ങോട്ട് ചെയ്യണമെങ്കിൽ പ്രശ്നമില്ല കുട്ടികൾക്ക്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇതാണ്. ഇപ്പൊ ഞാൻ മാഡത്തിനോട് ചോദിച്ചു, എന്റെ ഇളയ മോള് പഠിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്, ഭയങ്കര പഠിക്കും, നല്ല കഴിവാണ്. പക്ഷെ ഇരുന്നിട്ടുള്ള ഈ കൊറോണയുടെ സമയത്ത് അവർ മൊബൈൽ യൂസ് ചെയ്ത് പഠിച്ചുകൊണ്ട് അവർക്കെല്ലാം മൊബൈൽ യൂസ് ചെയ്ത് പഠിക്കാനാണ് ഇഷ്ടം, വായിച്ച് പഠിക്കാൻ ഇഷ്ടം. ഇപ്പൊ പറഞ്ഞില്ലേ വായിക്കാനായിട്ട് പറഞ്ഞു, നമ്മളൊരു കഥ ബുക്ക് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നോക്കാനാ, കളറിങ് ചെയ്യാനാ. ഞാൻ കുറ്റം, അവളിപ്പോ ഇവിടെ ഇല്ല, ഉണ്ടെങ്കിൽ എനിക്കിട്ട് തരും, അമ്മയുടെ വീട്ടിലാ എന്താ പറയണ. അപ്പൊ അവര് കളർ ചെയ്യണം. ഞാനൊന്ന് കളർ ചെയ്ത്, മിസ്സിനെ അറിയാവോ, ഞാൻ ഈ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ കളർ ചെയ്തിട്ട് പാക്ക് ചെയ്ത് അയക്കും, പോസ്റ്റ് ചെയ്ത്. അപ്പൊ സമ്മാനമൊക്കെ ചിലപ്പോ കിട്ടുമ്പോ എനിക്ക് കിട്ടും. ഇവളുടെ പേരും പറഞ്ഞ് 7ാം ക്ലാസ്സിൽ 7 വയസ്സ് ഞാനാണ് അയക്കണത്. പക്ഷെ അവ സമ്മാനം കിട്ടി കണ്ടപ്പോഴത്തേക്കും അങ്ങനെ അവർ അതിലോട്ട് ഇൻവോൾവ് ആയി, അങ്ങനെ കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ പുള്ളിക്കാരി അങ്ങനെ ചെയ്യാൻ തുടങ്ങി. എന്നാലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് വായിക്കണമെന്നേ ഇല്ല, എല്ലാം ഈ മൊബൈലിലൂടെ കേട്ട് പഠിക്കണേ. അങ്ങനെ ഒരു സ്വഭാവം. ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഇപ്പൊ റീഡ് ചെയ്യാനുള്ള ബുക്ക് എടുത്ത് റീഡ് ചെയ്യുന്ന സ്വഭാവം ഇപ്പൊ മാറി. ഞാനും ഇതുപോലെ മൊബൈലിൽ കാണുന്നതൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കണത്. മനസ്സിലായി. ഇപ്പൊ ഇതിൽ വന്നപ്പോഴത്തേക്കും ഇപ്പൊ പിന്നെയും വായനയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ വായിക്കണം, ആ ബുക്ക് വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട് പിള്ളേരുടെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലായിരിക്കണം. പിന്നെ ആരെങ്കിലും വാക്ക് കേട്ട് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ട് അപ്പൊ മിസ്സേ നമ്മൾ ഇതിന്റെ കരിയർ ഗൈഡൻസിന്റെ ഇതിന് വേണ്ടിട്ട് എപ്പോഴാ മിസ്സിനെ വിളിക്കേണ്ടത്? ഞാൻ ആ അസസ്മെന്റ് ചെയ്യാം, ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ഹയർ ഇതിലേക്ക് പോകണമെങ്കിൽ എന്റെ സാറിനെ കോൺടാക്ട് ചെയ്ത് തരാം. അവിടെ ചിലപ്പോൾ നിങ്ങൾ പേയ്മെന്റ് കൊടുക്കണ്ടേ കേട്ടോ. ഞങ്ങൾക്ക് അത്ര വലുതൊന്നും വേണ്ട, ജസ്റ്റ് പിള്ളേര് എന്തൊക്കെ ഇപ്പൊ നമുക്കായാലും എന്തൊക്കെ കഴിവുണ്ടെന്ന് നമുക്കറിയാൻ പറ്റൂലല്ലോ മേഡം. ഇപ്പൊ മിസ്സറിയില്ല പാട്ട് പാടുന്ന കഴിവ്. സത്യം പറഞ്ഞാൽ എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പാടാൻ അറിയില്ല ഞാൻ. പക്ഷെ എന്റെ മക്കളെ 2 പേരെ ഞാൻ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്, അവര് നല്ലോണം പാടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്ത് ഒരു ടീച്ചറിനെ കിട്ടാത്തതായിരിക്കാം, മനസ്സിലായ? ആ സമയത്ത് പാരന്റ്സിന് വിടാൻ പറ്റില്ല, അങ്ങനെയല്ല. പക്ഷെ ഞാൻ അത് എന്റെ ആഗ്രഹം എന്തെങ്കിലും അടിച്ചേൽപ്പിക്കണല്ല, അവർക്ക് ആ കഴിവുണ്ട്, പാട്ടൊക്കെ ക്യാച്ച് ചെയ്യും. അതുകൊണ്ട് 2 പേരും പാട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഇഷ്ടമുള്ള പോലെ കരാട്ടെ പഠിക്കുന്നുണ്ട് ഒരു കുട്ടി. അവരുടെ ഇഷ്ടങ്ങൾ സമ്മതിക്കുമ്പോൾ നമ്മൾ പറയണേം കൂടി അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവര് കേൾക്കത്തില്ല. നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒന്നും നടക്കത്തില്ല. ഓക്കെ, നമുക്കത് ചെയ്യാം. അത് നിങ്ങൾ സമയം പോലെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ അസസ് ചെയ്ത് തരാം എവിടെയാണ് ഇന്റലിജൻസ് കൂടുതൽ, ഏത് ഏരിയയിൽ ആയിരിക്കും ഷൈൻ ചെയ്യുക, അങ്ങനെയൊക്കെ അസസ് ചെയ്ത് തരാം. ഓക്കെ, ഞങ്ങളുടെ മറ്റേ ഇതുണ്ട്, ഇതിന്റെ സെലിബ്രേഷൻ വെച്ചിട്ടുണ്ട്, മേഡം അറിഞ്ഞ? 26ാം തീയതി വെച്ചേക്കണേ. 26 പറയുമ്പോ മറ്റന്നാള്. അപ്പൊ എന്നാ വരും? ഇന്ന് എന്താഴ്ചയാണ്? ചൊവ്വാഴ്ചയല്ലേ? ബുധൻ, വ്യാഴാഴ്ച. അന്നാണ് പരിപാടിയൊക്കെ ഉണ്ട് മിസ്സേ, ഇൻവൈറ്റ് ചെയ്തിട്ട്. ലീവാണ് കേട്ടോ. നമ്മളെയും കൊണ്ട് ഒന്ന് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകണം. പിന്നെ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റ് ചെയ്യണം ഞാൻ ചെയ്യുന്ന ഈ കോഴ്സിന്റെ ഭാഗമായിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ലീവ്. ഓക്കെ, ഞാൻ പറഞ്ഞത് അറിയാൻ പാടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇതിന്റെ സെലിബ്രേഷൻ നടത്തുന്നുണ്ട് കേട്ടോ മേഡം. വെരി ഗുഡ്, നന്നായി ചെയ്യും. ഏത് ടീച്ചറായിരിക്കും ക്ലാസ് ഒന്ന്? അത് അറിയാൻ പാടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇതുപോലെ സെലിബ്രേഷൻ എന്താണ് ക്രിസ്മസ് സെലിബ്രേഷന് ചെറിയൊരു ഫംഗ്ഷൻ, ഇങ്ങനെ ഗിഫ്റ്റ് കൈമാറുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? അപ്പൊ അത് ചെറിയൊരു ഇത് സ്വരിക്കൂട്ടി ഞങ്ങള് ഒരു കുട്ടിക്ക് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ചിക്കുവാണ് ലീഡർ. ചിക്കു ഒന്നും സൂചിപ്പിച്ചാണ്ടില്ല, അതുകൊണ്ടാണ് ഞാനൊന്ന് സൂചിപ്പിച്ചത്. പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങനെ സ്പോൺസർ ചെയ്ത്, അപ്പൊ ഇനി ബാക്കി ക്യാഷ് ഉള്ളത് അവർക്ക് വീതിച്ചു കൊടുക്കാനായിട്ട് ബാക്കി എല്ലാവർക്കും സെയിം ആയിട്ട് കൊടുക്കാന്നാ വിചാരിക്കണം. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്റലിജൻസ് ഇപ്പൊ നിങ്ങൾ കാണിച്ച ഇന്റലിജൻസിന്റെ പേര് ഞാൻ പറയാം. അതായത് നമുക്ക് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസിലുള്ളത് ഒരു കാര്യമാണ് എമ്പതി. മറ്റുള്ളവരുടെ പ്രശ്നം മനസ്സിലാക്കി നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ടി ചെയ്യുന്നത്. അതുപോലെ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസും ആണ്. നമുക്ക് അങ്ങനെ എല്ലാവരോടും, അത് മനുഷ്യരോട് മാത്രമല്ല പ്ലാന്റ്സിനോടും അനിമൽസിനോടും ഒക്കെ നമുക്ക് ആ ഒരു കരുതൽ, ഇതൊക്കെ ഒരു ഇന്റലിജൻസ് ആണ് നമ്മളുടെ ഇവിടെ ഉള്ളത്. അതൊക്കെ നമുക്ക് സയന്റിഫിക് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ ഫൈൻ. എനിവേ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. അടുത്ത ക്ലാസ് ഉണ്ടായിനി. അടുത്ത ക്ലാസ് ഇല്ല, എന്ത് പറ്റി? അതല്ല, അപ്പൊ ഇതിപ്പോ മിസ്സിങ് ഇന്ന് ക്ലാസ് എടുത്തപ്പോ എന്റെ ഒരു അനുഭവം എനിക്ക് പറയാനുണ്ട്. മിസ് പറഞ്ഞില്ലേ നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യണം. ഞങ്ങൾ ഇതുപോലെ ക്യാഷ് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ആർക്ക് കൊടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂസ് ആയിപ്പോയി. ഭയങ്കര ചർച്ച. എന്നിട്ട് ഇടാൻ വിചാരിച്ചവര് തമ്മിൽ ഇഷ്യൂസ് വന്ന പോലെ മിസ്സേ. എന്നിട്ട് പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു, നമ്മൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ, നമ്മൾ അങ്ങനെയെങ്കിലും സോൾവ് ചെയ്യുക, അത് ഇതാക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിന്ന് സത്യം പറഞ്ഞ ഞാനതിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, പങ്കെടുത്തവരുണ്ടല്ലോ, ഇതിൽ ക്യാഷ് ഇട്ടവരുണ്ട്. അപ്പം ഫ്രണ്ട്സ് തമ്മിൽ ഒരിക്കലും വഴക്കടിക്കുക, നമ്മളൊരു കൂട്ടായ്മ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എല്ലാത്തിലും ഒരുമിച്ച് നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. പരസ്പരം തർക്കിക്കാനായിട്ട് നിൽക്കരുത്. ആര് ചെയ്തു എന്ത് ചെയ്തു എന്നുള്ളതല്ല, നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചാൽ അത് നല്ല രീതിയിൽ അവസാനിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിന്റെ ഇടയിൽ 10 അഭിപ്രായങ്ങൾ വരും അല്ലെ, ഒരു കാര്യം എന്ന് പറയുമ്പോൾ 10 അഭിപ്രായം വരും. അപ്പൊ ഇത് ഒരു കണക്കിനാണ് ഞങ്ങൾ ഈ ടാസ്ക് ഇങ്ങനെ ഫിനിഷ് ചെയ്തത്. ഈ ക്യാഷ് കൊടുക്കണത് ഭയങ്കര ചർച്ചയായിരുന്നു. അവർക്ക് കൊടുക്ക്, ഇവർക്ക് കൊടുക്ക്. പിന്നെ നമുക്ക് ആ ഗ്രൂപ്പിൽ തന്നെ കയറാൻ തന്നെ ഞാൻ പറയണേണ് മാഡത്തിനോട്, നമ്മള് എന്താ പറയുക, നമ്മളെ വഴക്കടിക്കാനല്ലല്ലോ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. എന്നിട്ട് പിന്നെ ഞാനൊരു സൊല്യൂഷൻ പോലെ ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് എല്ലാവർക്കും പ്രശ്നമില്ലാണ്ട് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ചർച്ച ചെയ്ത് കൊണ്ടുപോകല്ലല്ലോ വേണ്ടത്, നമുക്ക് അതൊരു കാര്യം ചെയ്ത് സൊല്യൂഷൻ ചെയ്യാം. അപ്പൊ ഞാനപ്പം ഈ ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയൊക്കെ ഓരോ ട്രെയിനിങ് കിട്ടിയോണ്ട് എന്താ പറയണ, അവർക്ക് കുറച്ച് ഇടയിലൊക്കെ ഞാൻ ഓരോന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ ഒരു കോൺഫിഡൻസ് എനിക്ക്, എന്താ പറയണ, കൗൺസിലിംഗ് കൊടുക്കാം എനിക്കൊരു കോൺഫിഡൻസ് മനസ്സിലായി, ഒരു ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ഇത് ഞാൻ ഇതിൽ ചെയ്തെന്ന് എനിക്ക് തോന്നി. ഞാൻ സ്വയം പുകഴ്ത്തണല്ല, ഇന്നിങ്ങനെ മാഡം പറഞ്ഞപ്പോ എനിക്ക് അതിലൊരു പ്രശ്നങ്ങൾ വരുമ്പോ അതിന്റെ ഇടയിൽ ഒന്ന് നിന്ന് അവരെ തമ്മിൽ ഒരുമിപ്പിക്കാനായിട്ട് എനിക്ക് ശ്രമിക്കാൻ പറ്റി. പേഴ്സണൽ ഇന്റലിജൻസ് പറ്റൂ. അതായത് നമ്മൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോ അതിന്റെ ഇടയിൽ നിന്ന് സംസാരിച്ച് നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് പേഴ്സണലി എന്ത് കാര്യങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം, നോ പ്രോബ്ലം, നമ്മളൊന്നും പറയില്ല. പക്ഷെ ഹെൽത്തി ഡിസ്കഷൻസ് ആയിരിക്കണം. അത് കൺഫ്യൂഷൻസിലേക്കും കോൺഫ്ലിക്റ്റിലേക്കും പോയി വഴക്കുണ്ടാവരുത്, അത് മാത്രമേ ഉള്ളൂ. ഡിസ്കസ് എനിത്തിങ്, നിങ്ങൾക്ക് എന്തും ഡിസ്കസ് ചെയ്യാം, നിങ്ങൾക്ക് എന്തും തീരുമാനിക്കാം, അതിനുള്ള ഫ്രീഡം നിങ്ങൾക്കുണ്ട്. ബട്ട് അത് വേറൊരാളെ ഹർട്ട് ചെയ്യുന്ന രീതിയിലോ. അതെ, ഞങ്ങളിപ്പോ ഇതുവരെ കാണാത്ത ആൾക്കാർ തമ്മിലാണ് ഇങ്ങനെ ഒരു വലിയ കാര്യം ചെയ്തേക്കണത്, മനസ്സിലായ? അത് വലിയൊരു ലിമിറ്റേഷൻ ആണ്. അതിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് നിങ്ങളൊരു കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെ ഹെൽപ്പ് ചെയ്യാൻ പോയത്, അല്ലെ? നേരിട്ട് കാണുന്നവർ പോലും പലപ്പോഴും പ്രശ്നങ്ങൾ മനസ്സിലാക്കാറില്ല. അപ്പൊ നേരെ കാണാതെ പരസ്പരം അറിയാത്തവര് ഇത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാറ്റ്സ് ഓഫ്. അതെ, ഇതില് ഞങ്ങളുടെ കൂടെ എനിക്ക് സത്യം പറയാം, എനിക്ക് ആരൊക്കെ ഇതിൽ നിന്നേക്കണെന്ന് പ്രവർത്തിച്ചേക്കണെന്ന് ഒന്നും അറിയില്ല. പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ അത് ഞങ്ങള് പിന്നെ ആ ഒരു തീരുമാനം ഒരാൾ പറയുമ്പോഴത്തേക്കും കൺഫ്യൂസ് വന്നാലും പിന്നെ ഒരാളെ ഒരു കറക്റ്റായിട്ട് പറഞ്ഞപ്പോ അത് ഓക്കെ പറഞ്ഞ് ഓക്കെ ആയി, മനസ്സിലായ? പ്രശ്നമില്ലാണ്ട് ഓക്കെ ആയിരിക്കണേണ്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ചില സമയത്ത് ഫ്രീ ആവൂലല്ലോ, നമുക്ക് ഡണ്ണിടാൻ എല്ലാവരും ചിലപ്പോൾ ഫ്രീ ആയിരിക്കില്ല. പിന്നെ രണ്ടും കുറച്ച് ഭൂരിപക്ഷ അഭിപ്രായം നോക്കിയിട്ട് അങ്ങോട്ട് ഓക്കെ ആയിട്ട് എന്നല്ലേ ഞാൻ മിസ്സിനോട് പറയണേ. മിസ് ഇങ്ങനെ ഓരോ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കണ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ തോന്നി, അതുകൊണ്ട് പറഞ്ഞ മിസ്സിനോട്. ഓക്കെ ഫൈൻ. മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും. ലൈക്ക് ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, ഏത് കരിയർ കിട്ടുന്ന രീതിയിലുള്ള കോഴ്സ് വേണം, പിന്നെ വെച്ചാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇതും കൂടെ നോക്കിയിട്ടുള്ള കോഴ്സിന് അതുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കുട്ടികൾ വേണ്ടി വരും ഇങ്ങനെ അവരെ വെച്ചിട്ടല്ലേ ചെയ്യണം? അവരാണ് ചെയ്യേണ്ടത്. അവരും അവരുടെ കുറെ പാരന്റ്സും ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ശരി ശരി മിസ്, ആരാണ് കൺക്ലൂഷൻ ഇത് പറയണത്? അവർക്ക് നമ്പർ ഞാൻ മാമിന്റെ ഷെയർ ചെയ്യട്ടെ, ആ പാരന്റിന് കൊടുക്കാം.
അവര് എപ്പോഴാണ് മാമിനെ കോണ്ടാക്ട് ചെയ്യട്ടെ അല്ലേ മാം? ഏത് ടൈമിലാ വേണ്ടത് എന്നുള്ളത് അവരെന്നെ കോണ്ടാക്ട് ചെയ്യട്ടെ അല്ലേ മാം? പറഞ്ഞാൽ മതി. യെസ് മാം. യെസ് മാം. താങ്ക് യു മാം. സൈൻ ഔട്ട് പറയട്ടെ. യെസ് പ്ലീസ്. ഇന്ന് നല്ല രീതിയിൽ ക്ലാസ് എടുത്തതാണ്. കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളാണ് മിസ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇനി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് നമുക്ക് പറ്റും. അപ്പൊ ഇന്ന് ക്ലാസ് എടുത്ത ജിഷ മിസ്സിന് നന്ദി. ക്ലാസ് കേട്ടിരുന്ന സ്റ്റുഡൻസിനും വളരെയധികം നന്ദി. നമ്മുടെ പിന്നെ ആ ഒരു വലിയ കാര്യം ചെയ്തതിന് എല്ലാ ഫ്രണ്ട്സിനും വലിയത് ചെയ്യാൻ പറ്റാത്തവരും കുഴപ്പമൊന്നുമില്ല. പറ്റണ ഇപ്പൊ എല്ലാവരും ഒരു സാഹചര്യമല്ലല്ലോ. നമുക്ക് പറ്റുമ്പോ ചെയ്യാനായിട്ട് എല്ലാവരും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. ചെയ്യാൻ പറ്റാത്തവര് മനസ്സുകൊണ്ട് കൂടെ ഉണ്ടല്ലോ മഞ്ജു. അല്ല, ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റാത്തവര് വിഷമിക്കേണ്ട. നമ്മള് ഒരു കൂട്ടായ്മയാണ്. ഞങ്ങൾ ഈ ഒരു ബാച്ച് മോണ്ടിസോറി 16 ബാച്ച് കട്ടയാണ്. കാണാത്ത ആൾക്കാർ തമ്മിലുള്ള ഒരു കൂട്ടായ്മയാണ്. ഇനി എന്ന് കാണും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഇരിക്കണ മിസ് എല്ലാരെയും. ഈ ഒരു കൂട്ടായ്മ വളരെ ബോണ്ടിങ് ഉള്ളതിന് ഞാനൊരു ടാസ്ക് തരുന്നു. ഒരു മാഗസിൻ പ്രിപ്പയർ ചെയ്യൂ നിങ്ങളുടെ ബാച്ചിന്റെ. ആ മിസ് പറഞ്ഞായിരുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ മതി. ആ മിസ് ഈ ഒരു എനർജി പറഞ്ഞായിരുന്നു. അതിലുണ്ടാവട്ടെ. അതിന്റെ പ്ലാനിങ് ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ എല്ലാരും ആക്റ്റീവ് ആവാനുള്ള മിസ്. നമ്മള് കുറച്ചു പേര് ഉള്ളവരെ വെച്ച് നോക്കാം മിസ്. നമ്മള് നോക്കാം. എല്ലാരും വേണം. എല്ലാരെയും കൊണ്ടുവരിക എന്നുള്ളത് മറ്റുള്ളവരുടെ ഡ്യൂട്ടിയാണ്. അല്ല, നമുക്ക് കുറെ നേരം ആരെയും റിക്വസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ മിസ്. നമുക്കും സമയം കുറെ, നമ്മളും ഇതിൽ കുറെ സമയം അങ്ങനെ ഓരോ കാര്യം ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പൊ നമ്മളൊരു മെസ്സേജ് ഇട്ട് തന്നെ തിരിച്ച് റിപ്ലൈ വന്നതിനാൽ നമുക്ക് അവരുടെ പുറകെ പോവാം. എപ്പോഴും നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ. പിന്നെ നമ്മള് മറ്റുള്ള തുറന്നാൽ കൂട്ടായിട്ട് ബുദ്ധിമുട്ടാ. ഓക്കെ ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ, ബൈ. താങ്ക് യു. Thank you, ma'am. Thank you.